ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗായത്രിയാണ്. നമ്മുടെ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി ഗായത്രിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അരുൺ രാജിനെ ക്ഷണിക്കുക. അരുൺ രാജ്. അപ്പൊ ഇന്ന് നമ്മുടെ വാക്ക് വിത്ത് വി സി കൂട്ടായ്മയുടെ വെബിനാർ സീരീസിലെ 8ാമത്തെ ക്ലാസ് ആണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സസ്യങ്ങളിലെ രാസഘടകങ്ങൾ. നമുക്ക് ചുറ്റും ഒരുപാട് സസ്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ഉപകാരപ്പെടുന്നവയുണ്ട്, അപകടകരമായതുണ്ട്. ഇതെല്ലാം തീരുമാനിക്കുന്ന ആ സസ്യത്തിൽ കാണപ്പെടുന്ന രാസഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാസഘടകങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇന്നിവിടെ ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഗായത്രി ടീച്ചറാണ്. ഔദ്യോഗികമായ പരിചയപ്പെടുത്തലേക്ക് കിടക്കട്ടെ. ഡോക്ടർ ജി ഗായത്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിച്ചു വരികയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc-യും MPhil-ഉം PhD-യും കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ യശങ്ക് എന്നറിയപ്പെടുന്ന അസിമ ടെട്രാകാന്ത എന്ന സസ്യത്തിന്റെ രാസഘടകങ്ങളെ കുറിച്ചും അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലായിരുന്നു ടീച്ചറുടെ PhD. ഫൈറ്റോകെമിസ്ട്രി, ഫാർമക്കോഗ്നസി, പ്ലാൻ ഫിസിയോളജി എന്നീ പഠന മേഖലകളിൽ വ്യക്തമായ മുദ്ര പതിപ്പിക്കാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. 8 ഗവേഷണ പ്രബന്ധങ്ങൾ, 2 ബുക്ക് ചാപ്റ്ററുകൾ, 20-ൽ കൂടുതൽ റിസർച്ച് പ്രസന്റേഷൻസ് എന്നിവ ടീച്ചറുടെ പേരിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ കാര്യത്തിനും മുൻനിര നിൽക്കുന്ന ശ്രീകാന്ത് ഏട്ടനാണ് ടീച്ചറുടെ ജീവിത പങ്കാളി. ടീച്ചറെ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ VC-ക്കും ഈ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ഞാനൊരു നന്ദി പറയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന്. ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് കാര്യം, ഫൈറ്റോ കെമിസ്ട്രി അല്ലെങ്കിൽ ഫൈറ്റോ കെമിക്കൽ, സസ്യങ്ങളുടെ രാസഘടകങ്ങൾ എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ വളരെ ഒരു കോമൺ മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആദ്യത്തെ ക്ലാസ് ഞാൻ ഇപ്പം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അധികം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് അതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ ഒരു ക്ലാസ് ഞാൻ വളരെ ചെറിയൊരു പ്രസന്റേഷനോട് കൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യാം, കാണാൻ പറ്റുമെന്ന് നോക്കണേ. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? വോയിസ് ഓഡിബിൾ ആണോ? ഓക്കെ. എന്നാ നമുക്ക് തുടങ്ങാം കേട്ടോ. സസ്യങ്ങളുടെ രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റോ കെമിക്കലുകൾ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്താനുള്ള ഒരു മെയിൻ കാരണം ഞാൻ VC-യോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, ഈ അടുത്ത് വന്ന ഒരു പ്രസക്തമായ ഒരു കാര്യമാണ് അരളി കഴിച്ചുകൊണ്ട് ഒരു കുട്ടി മരിക്കുകയുണ്ടായി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ഊഹാപോഹങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഫൈറ്റോ കെമിക്കൽസിനെ കുറിച്ച് അതിന്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് തരാം എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ഈ ഒരു പ്രസന്റേഷനിലേക്ക് പോകുന്നേ. ചെടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്കറിയാം, കാലങ്ങളായി നമ്മൾ ചെടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. വർഷങ്ങളോളം അല്ലെങ്കിൽ ജനറേഷനുകളോളം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് പ്ലാന്റ്സിന്. അപ്പോൾ ആ പ്ലാന്റ്സിനകത്തുള്ള കുറെ ഘടകങ്ങൾ നമുക്ക് പല രീതിയിൽ ഉപയോഗമുള്ളതും നമുക്ക് മോശം വരുന്നതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അതിൽ നിന്നും എത്രത്തോളം നമുക്കതിന് ഉപയോഗമുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതും അത് ഏത് അളവിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതും എന്നുള്ള ഒരു കൃത്യമായ ഒരു അറിവുണ്ടായാൽ മാത്രമാണ് ഈ രാസഘടകങ്ങൾ നമുക്ക് ഉപയോഗമുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റുക. അതിനെ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ആഹാരമായിട്ടും മരുന്നായിട്ടും
നമ്മൾക്ക് താമസിക്കാനുള്ള സോഴ്സുകളായിട്ടും ഒക്കെ നമ്മൾ പ്ലാന്റ്സിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പ്ലാന്റ്സ് നടക്കുന്ന മെറ്റബോളിസം അല്ലെങ്കിൽ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പൊ അതില് നമുക്ക് വളരെ ബേസിക് ആയിട്ട് 2 പ്രോഡക്റ്റുകൾ പറയാൻ പറ്റും, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. പ്രൈമറി എന്ന് പറയുന്നത് ആ ചെടികളുടെ നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന വസ്തുക്കളാണ്. അതില്ലാതെ ആ ചെടികൾക്കോ സസ്യങ്ങൾക്കോ ഒന്നും നിലനിൽക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ അതിനകത്ത് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, ക്ലോറോഫില്ലുകൾ എന്നൊക്കെ പറയുന്നത് ഈ പ്രൈമറി മെറ്റബോളൈറ്റുകളിൽ വരുന്നതാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ ആ ഒരു മെറ്റബോളിസത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സെക്കൻഡറി ആയിട്ടുള്ള രണ്ടാമത് മാത്രം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സംഭവങ്ങളെയാണ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റിന് ഡയറക്റ്റ് ആയിട്ട് ഒരു റിക്വയർമെന്റും ഇല്ല. പക്ഷെ എന്നാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം, രക്ഷാപ്രവർത്തനങ്ങൾക്കും അതിന് നിലനിന്ന് പോകുന്നതിനുമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റോ കെമിക്കലുകൾ എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ വരിക. ഇപ്പൊ അതിനെ വളരെ ബ്രോഡായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും തലങ്ങളിലുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോളിസാക്രൈഡുകൾ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് അല്ല അന്നജമായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ലിപ്പിഡുകൾ ഫാറ്റ് ആയിട്ട് വരും. മിനറലുകൾ, ഫീനോളിക് കോമ്പൗണ്ട്സ്, അമിനോ ആസിഡ്, പ്രോട്ടീന്, പിഗ്മെന്റുകൾ, നിറങ്ങളൊക്കെ കൊടുക്കുന്നതാണ് പിഗ്മെന്റ്. പിന്നെ നമുക്കറിയാം വൈറ്റമിനുകൾ. അപ്പൊ ഇതിന്റെ ഒരു ബ്രോഡർ സെൻസിലാണ് ഈ പറയുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. ഇനി കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് വരുവാന്നുണ്ട് നമ്മുടെ സെക്കൻഡറി മെറ്റബോളൈറ്റുകളെ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റോ കെമിക്കലുകൾ എന്ന പേരിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ഏകദേശം 40,000-ഓളം ഫൈറ്റോ കെമിക്കലുകൾ ചെടികളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനെ തന്നെ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകളും ഉണ്ടാകും. നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊരു 6 മേജർ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഫൈറ്റോ കെമിക്കലുകളെ തരം തിരിച്ചിട്ടുള്ളത്. ഫീനോളിക്കുകൾ, ടെർപ്പിനോയിഡുകൾ, ഓർഗാനിക് ആസിഡുകൾ, നൈട്രജൻ ഉള്ള കോമ്പൗണ്ടുകൾ, ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ വരുന്ന കോമ്പൗണ്ട്, പിന്നെ മാക്രോ മോളിക്യൂൾസ്, DNA പോലെയുള്ള അല്ലെ പ്രോട്ടീൻ പോലെയുള്ള മാക്രോ മോളിക്യൂൾ. അപ്പോൾ ഇതിൽ വളരെ എല്ലാ ഫൈറ്റോ കെമിക്കൽ അല്ലെങ്കിൽ ആ പ്ലാന്റിൽ ഒരു ചെടിയിലുള്ള എല്ലാ കെമിക്കലുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അതിനെ അല്ലെങ്കിൽ വർഗീകരണം നമ്മൾ അതിനെ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് മനുഷ്യർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ട് വരുന്ന സംഭവങ്ങൾ നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റുകളായിട്ട് തരം തിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്ലാന്റുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിൽ നിന്ന് എന്ത് റിയാക്ഷൻ നമുക്ക് കിട്ടിയാലും അത് ഈ പറയുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ് കാരണമാണ്. നമുക്ക് തൊടുമ്പം ഒരു തരിതരിപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു മണം തോന്നുന്നു, അല്ലെങ്കിൽ പൂവിന് കളർ ഉള്ളത്, ഇങ്ങനെ ഇപ്പൊ തുളസിയുടെ ഒരു പ്രത്യേക മണം, ഇത് ഇങ്ങനെ നമുക്ക് അതുമായിട്ട് നമ്മൾ വളരെയധികം അടുക്കുമ്പോൾ മനസ്സിലാകുന്ന എല്ലാ റിയാക്ഷൻസിനും കാരണം ഈ പറയുന്ന ഫൈറ്റോ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഫൈറ്റോ കെമിക്കലുകളാണ്. ഇത് നമുക്ക് വളരെ പരിചയമുള്ള കുറച്ച് സാധനങ്ങളും അവരിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ കെമിക്കലുകളുമാണ്. നമുക്ക് കൃത്യമായ ടേസ്റ്റും കളറും ഒക്കെ തരുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഫൈറ്റോ കെമിക്കലുകളുടെ പേരുകൾ ഞാൻ ഇതിനകത്ത് കൊടുത്തു. മഞ്ഞളിനകത്തുള്ളതിനെ നമ്മൾ കർക്കുമിൻ എന്ന് പറയും, ബ്ലൂബെറീസിലുള്ളതിനെ ഡെൽഫിനിഡിൻ എന്ന് പറയും, സ്ട്രോബെറിയിൽ ഇലാജിക് ആസിഡ്, ഗ്രീൻ ടീ നമുക്കറിയാം. നമ്മൾ ഒരുപാട് പേര് നമ്മളുടെ ശരീരം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീൻ ടീ, അതിന് ഗാലോകാറ്റച്ചിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. സോയാബീനിൽ ജെൻസിറ്റിൻ, നമ്മുടെ തക്കാളിയിലുള്ളത് ലൈക്കോപ്പീൻ ആണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതും മണക്കുന്നതും മനസ്സിലാകുന്നതുമായിട്ട് എല്ലാം ഉള്ളത് നമ്മുടെ ഫൈറ്റോ കെമിക്കലുകൾ അല്ലെങ്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റുകളാണ് ഉള്ളത്. ഈ പറയുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ ഒക്കെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി ആണ്. അവർക്ക് നേരെ വരുന്ന പ്രാണികളുടെ അറ്റാക്ക് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ അറ്റാക്ക് ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലുകളാണ് ഈ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതേ അളവിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഇതേ കെമിക്കലുകൾ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതും ഉപയോഗിക്കേണ്ട അളവുകളിൽ മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ
നമുക്കും അത് ഉപയോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ പുറകിലാണ് ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇവോൾവ് ചെയ്യുകയും അതിന്റെ ബാക്കിയായിട്ടുള്ള പഠനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു സംഭവം അസുഖങ്ങളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഭക്ഷണമായിരിക്കണം മരുന്ന് ഒരിക്കലും ഭക്ഷണമാകാൻ പാടില്ല എന്നുള്ള. അപ്പൊ നമ്മളുടെ ഭക്ഷണ ക്രമീകരണം നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ ഒഴിവായി നിൽക്കാം, വരാതിരിക്കാം എന്നുള്ള നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൂള് ഈ പറയുന്ന ഫൈറ്റോ കെമിക്കൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് നടന്നു പോവാൻ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബീറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെ മസിൽസ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിനറലുകളോ വൈറ്റമിനുകളോ ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഈ ഫുഡ് കോമ്പൗണ്ട്സ്, അല്ലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് വഴി നമ്മളെ അവര് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫൈറ്റോ കെമിക്കലുകളിൽ പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നുണ്ട്. ആ റാഡിക്കലുകൾ നമ്മുടെ സെല്ലിൽ ഒരു പരിധിക്ക് കൂടുതൽ അടിഞ്ഞുകൂടിയാൽ നമ്മുടെ DNA, നമ്മുടെ സെല്ലിലെ പ്രോട്ടീൻ, നമ്മുടെ സെൽ മെമ്പറൈൻ, സെല്ലിന്റെ ചുറ്റുമുള്ള ലിപ്പിഡുകൾ, ഇവയെല്ലാമാണ് അത് ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ച് കളയുന്നത്. ഇപ്പൊ പ്രോട്ടീനും DNA ഒക്കെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സെല്ല് ബാക്കി ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ നമുക്ക് ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് നിറഞ്ഞ ഫുഡ് കഴിക്കാം. അപ്പൊ അതിനകത്ത് കൂടുതലും വരുന്നത് സ്ട്രോബെറി, ബ്ലൂബെറി, ചെറി ആയിട്ടുള്ള ഫ്രൂട്ട് ഐറ്റംസും പിന്നെ നമ്മളുടെ പച്ചിലകളുമാണ്. ഇവയൊക്കെ നമ്മൾ ധാരാളം കഴിക്കുകയാണെന്നുണ്ട് ഈ പറയുന്ന റാഡിക്കലുകളെ നമ്മുടെ ശരീരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നീർക്കെട്ട് വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് ഒരു കിഡ്നി ഫങ്ഷൻ ചെയ്യാതാവുക, അല്ലെങ്കിൽ ബ്ലഡിനകത്തുള്ള ഫിൽട്രേഷൻ നടക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുന്ന ഈ ഫുഡിൽ പറയുന്ന മോളിക്യൂൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സെല്ലുകളിൽ വരുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചധികം നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, DNA-ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അതിനെ ശരിയാക്കാൻ പറ്റുന്ന ഫൈറ്റോ കെമിക്കൽസും നമ്മുടെ പ്ലാന്റ്സിൽ അവൈലബിൾ ആണ്. പിന്നെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് കൃത്യമായ അളവിൽ സിഗ്നലുകൾ പോയാലാണ് നമുക്ക് ആ ഒരു ഓർഗൻ അല്ലെ നമ്മുടെ ശരീരഭാഗം കൃത്യമായി വർക്ക് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കെമിക്കലുകളും ഒക്കെയും നമ്മൾക്ക് ഈ പറയുന്ന ഫൈറ്റോ കെമിക്കലുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ക്യാൻസറിന് വേണ്ടിയിട്ട്, ഹാർട്ട് ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പ്ലാന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ഉള്ള നമ്മുടെ നാട്ടിലെ രീതികൾ നോക്കിയാൽ അറിയാം, തേനും വയമ്പും ഒക്കെ കൊടുത്താണ് നമ്മൾ ആ കുഞ്ഞിനെ നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾ വരവേൽക്കുന്നത്. അപ്പം അതിനകത്തുള്ള ഈ കോമ്പൗണ്ടുകൾ ഒക്കെയും ആ കുഞ്ഞുങ്ങളെ വളരാനും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ വളരെ നോർമലായ ഒരു മെറ്റബോളിസം നടത്താനുമായിട്ട് നമ്മുടെ ചെടികൾ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈറ്റോ കെമിക്കലുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത്രയുമാണ് ഞാൻ വളരെ ബേസിക് ആയിട്ട് ഫൈറ്റോ കെമിക്കൽസിനെ കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കിനി ഓരോ കോമ്പൗണ്ടുകൾ, അത് നമുക്ക് സാധാരണ കാണുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് നമുക്ക് പോവാം. അപ്പം ഇത് ഫീനോൾസ് ആണ് ഞാൻ പറഞ്ഞ ഏറ്റവും വളരെയധികം വലിയൊരു ക്ലാസ് ആണ് ഫീനോൾസ് എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളിലും നമുക്ക് ഈ പറയുന്ന ഫീനോളുകൾ കാണാൻ പറ്റും. നമ്മുടെ തക്കാളി, വെളുത്തുള്ളി, ക്യാരറ്റ്, തേയില, മുന്തിരിങ്ങ, അങ്ങനെ നോക്കി എല്ലാ സംഭവങ്ങളിലും ഈ പറയുന്ന ഫീനോളുകൾ കാണാൻ പറ്റും. ആ ഫീനോളുകളുടെ പേരാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ഓരോന്നിനും അതിൻ്റെതായ അളവിൽ നമ്മൾ കൃത്യമായി കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരം ഓരോ രീതിയിലും അവരുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫീനോൾസിനെ നമുക്ക് പിന്നെയും അതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകളാണ്. അതിനെ വീണ്ടും തരം തിരിച്ചിട്ട് പല പല കോമ്പൗണ്ടുകൾ ആക്കിയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഓരോന്നിനും വരുന്ന ഫൈറ്റോ കെമിക്കലുകൾ ഈ പറയുന്ന ചെടികളിൽ പല പല അളവുകളിലാണ് നമുക്ക് കാണാൻ പറ്റുക.
ഈ ഫിനോൾസ് എന്നല്ല, ഏതൊരു ഫൈറ്റോ കെമിക്കൽ ആണെങ്കിലും അത് എല്ലാ ചെടികളിലും ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ അളവിൽ, തോതിലായിരിക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ദിവസത്തെ ആഹാരം നമ്മൾ ഇതിന്റെ അളവുകൾ അനുസരിച്ച് നമ്മൾ കഴിക്കുവാണെ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഗുണങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ ഉള്ളത് ടെർപ്പിനോയിഡുകളാണ്. നമുക്കറിയാം, നല്ല മണമുള്ളത് എന്തെടുത്ത് നോക്കിയാലും ടെർപ്പിനോയിഡുകൾ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഇഞ്ചി, കറുകപ്പട്ട, ഗ്രാമ്പു, യൂക്കാലിപ്സ് ഓയില്, തുളസി, അങ്ങനെ മണമുള്ള നല്ല ശതമാനം ഫൈറ്റോ കെമിക്കലുകളും ടെർപ്പിനോയിഡുകൾ എന്ന് ഇപ്പൊ മുല്ലപ്പൂവിന്റെ അങ്ങനെ വരുന്ന എല്ലാം നമുക്ക് ടെർപ്പിനോയിഡുകൾ എന്ന ഗ്രൂപ്പിനകത്താണ്. ഇതിനകത്ത് വകഭേദങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ടെർപ്പിനോയിഡുകൾ എന്ന് പറയുന്നത്. ഇതും ടെർപ്പിനോയിഡുകളുടെ സോഴ്സ് ആണ്. നമ്മൾക്ക് റോസാപ്പൂ, പിന്നെ ലിനളോ, നാരങ്ങ, ഇങ്ങനെ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാം നമുക്ക് മണത്തോടെ അറിയാൻ പറ്റുന്ന എല്ലാം വരുന്നത് ഈ ടെർപ്പിനോയിഡുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തായിരിക്കും. പിന്നെ ഫ്ലേവനോയിഡുകളാണ്. ഫീനോൾസിന്റെ തന്നെ ഒരു സബ് ക്ലാസ് ആണ് ഫ്ലേവനോയിഡുകൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും കളർ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് വരിക. നമുക്ക് ബെറീസിന്റെ കളർ, ഒലീവിന്റെ കളർ, ഇപ്പൊ ഇങ്ങനെ വരുന്ന വൈൻ, ഇതിനകത്തൊക്കെയും നമുക്ക് കിട്ടുന്ന ഫ്ലേവനോയിഡുകളാണ്. ഈ ഫ്ലേവനോയിഡുകളെ നമ്മൾ വീണ്ടും തരം തിരിക്കുന്നുണ്ട്. ഓരോ കെമിക്കലുകൾ അതിനകത്തുള്ളതനുസരിച്ചിട്ട് നമ്മൾ തരം തിരിച്ചിട്ടാ ഉള്ളത്. അപ്പൊ ഈ ഫ്ലേവനോയിഡ് നമുക്ക് ഈ പറയുന്ന എല്ലാ സംഭവങ്ങളിലും ഓരോ അളവിലാണ് നമുക്ക് കിട്ടുക. അപ്പം ബെറീസ് കൂടുതൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫ്ലേവനോയിഡുകൾ ആയിരിക്കില്ല വൈൻ കുടിച്ചാലായിട്ട് കിട്ടുക. അതല്ല നമുക്കൊരു ബ്ലാക്ക് ടീ, കട്ടൻ കാപ്പി കുടിച്ചാൽ കിട്ടുക, അല്ലെങ്കിൽ ഉള്ളി നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫ്ലേവനോയിഡുകൾ. ഇപ്പൊ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഫ്ലേവനോയിഡുകൾ ആയിരിക്കും നമുക്ക് പ്രസന്റ് ആയിട്ടുണ്ടാവും. ഇതാണ് സാധാരണയുള്ള നമുക്ക് ഫ്ലേവനോയിഡ്, റിച്ച് ഫ്ലേവനോയിഡ് സോഴ്സ് എന്ന് പറയുന്ന ഫുഡ്. പിന്നെ ആൽക്കലോയിഡുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം രാവിലെ ആയാൽ ചായയോ കോഫിയോ കുടിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ ആ ചായയിലും കോഫിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകളാണ് നമുക്കത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉന്മേഷവും ഒക്കെ നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ നെർവ് സിസ്റ്റം ഉത്തേജിക്കപ്പെടുകയും നമ്മൾ അതിൽ നിന്നും കൂടുതൽ ഒരു എനർജി ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുന്നത്. ഇതും നമുക്കറിയാവുന്ന കുറെ ചെടികളാണ്. പുകയില, കഞ്ചാവ് ഉണ്ട്, അട്രോപ്പ ബെല്ലഡോണ എന്ന് പറയുന്ന, അട്രോപ്പിൻ എന്ന് പറയുന്ന മോളിക്യൂൾ അനങ്ങിയതുണ്ട്, ബ്ലൈറ്റല, ഇത് കുറെ ആൽക്കലോയിഡുകളാണ്. നമ്മുടെ ശവനാറി, നിത്യകല്യാണിയിലൊക്കെ കാണുന്ന വിൻക്രിസ്റ്റിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡുകൾ ഉണ്ട്. ഇങ്ങനെ ഈ കോമ്പൗണ്ടുകളൊക്കെയും പല പല അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിന്റെ സ്റ്റഡീസ് ആണ് പലപ്പോഴും ഏത് പ്ലാന്റിൽ ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ് ഉണ്ട്, അത് ഏത് അസുഖത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കുറെ സ്റ്റഡീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ഗ്രൂപ്പാണ് കെരോട്ടിനോയിഡ്. ആ പേരിൽ തന്നെ ഉണ്ട്, ക്യാരറ്റ് എന്നുള്ള ഇതിൽ നിന്നാണ് കെരോട്ടിനോയിഡുകൾ എത്തിയത്. അപ്പൊ അതിനെ തന്നെ പലതരത്തിലും നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ലൈക്കോപ്പിൻ. ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയിലും ഒക്കെ കാണുന്ന ആ റെഡ് കളറിന് കാരണമാണ്. പപ്പായയിലും ഒക്കെ ലൂട്ടിൻ, ബീറ്റ ക്രിപ്റ്റോസാൻതിൻ എന്നൊക്കെ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള കെരോട്ടിനോയിഡുകളാണ് നമുക്ക് ചുറ്റുമുള്ള ആഹാര പദാർത്ഥങ്ങളിൽ ഉള്ളത്. അപ്പൊ ഇവരും ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കെരോട്ടിനോയിഡുകൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുള്ളത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ അത് കൂട്ടുന്നതായിട്ടും അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണ് സ്റ്റഡീസ് പറയുന്നത്. പിന്നെ ഗ്ലൂക്കോസിനലേറ്റുകൾ എന്ന് പറയുന്ന ഫൈറ്റോ കെമിക്കൽ ആണ് നമ്മുടെ ബ്രൊക്കോളി, ക്യാബേജ്, സ്പിനാച്ച് അല്ലെങ്കിൽ പാലക്ക് ചീര എന്നൊക്കെ പറയുന്നതിനകത്ത് കാണുന്ന റാഡിഷ്, മുള്ളങ്കി, അതിനകത്തൊക്കെ കാണുന്നത് ഗ്ലൂക്കോസിനലേറ്റുകൾ എന്നാണ്. ഇത് നമ്മളുടെ ഹാർട്ടിന്റെ പിന്നെ സെല്ലുലാർ മെറ്റബോളിസത്തിന്റെ അല്ലെങ്കിൽ കോശങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൈറ്റോ കെമിക്കൽ ആണ് ഗ്ലൂക്കോസിനലേറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു കാറ്റഗറിയാണ് ഫൈറ്റോസ്റ്റീറോളുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചെടികളിൽ നിന്ന് എടുക്കുന്ന എണ്ണ, വെജിറ്റബിൾ ഓയിൽ, പിന്നെ നമ്മുടെ ബ്രെഡ്, നട്ട്സ് എന്നൊക്കെ കിട്ടുന്ന
ലിപ്പിഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറയുന്നത്. നമ്മളുടെ ശരാശരി ഒരു അഡൽട്ട് കഴിക്കേണ്ടത് 150 to 400 മില്ലിഗ്രാം ഒരു ദിവസം കഴിക്കണം എന്നാണ് നമ്മളുടെ ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റിന്റെ റിക്വയർമെന്റിന് അത്രമാത്രം നമ്മൾ കഴിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഫൈറ്റോസ്റ്റിറോൾസിന്റെ പറയുന്നത്. പിന്നെ നമ്മളുടെ മുളകിൽ കാണുന്ന ഒരു സ്റ്റിറോയിഡ് ആണ് ക്യാപ്സസിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഇതില് ക്യാപ്സസിൻ എന്ന് പറയുന്ന മോളിക്യൂളൊക്കെയാണ് ഓരോ തരത്തിലെ മുളകിലും ഓരോ അളവിലായിരിക്കും കാണുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ മുളകിന്റെ എരിവിനെ കുറിച്ചിട്ട് പറയുക. ഇപ്പോൾ ഈ പറയുന്ന സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് എന്നാണ് നമ്മൾ എരിവിനെ അളക്കാനായിട്ട് പറയുന്നത്. അത് 500 താഴെ ആണെങ്കിൽ എരിവ് കുറവും, അത് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ എരിവിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് മുളകിന്റെ അല്ലിയിലും പിന്നെ ആ വിത്തുകളിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് കൂടുതൽ ഇതിന്റെ കണ്ടന്റ്സ് കാണാനായിട്ട് പറ്റുക. പിന്നെ ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പ്രത്യേകത അനുസരിച്ച് ഈ പറയുന്ന കണ്ടന്റുകളിൽ വ്യത്യാസം വരാറുണ്ട്. ഇതാണ് ഇപ്പം നമ്മളുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്, അരളി അല്ലെങ്കിൽ നീരിയം എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിനകത്ത് ഉള്ള ഫൈറ്റോ കെമിക്കൽ എന്ന് പറയുന്നത് കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ എന്നാണ് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹൃദയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെന്ന അർത്ഥം. ഗ്ലൈക്കോസൈഡുകളാണ് ആ പറയുന്ന ഫൈറ്റോ കെമിക്കലിന്റെ പേര്. അപ്പൊ വളരെ ചെറിയ അളവിൽ അല്ലെങ്കിൽ കൃത്യമായ അളവിൽ ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഉള്ളിൽ ചെന്നാൽ ഹാർട്ടിന്റെ ഉള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെയും ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെഡിസിൻ ആണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ഇവരെ നാച്ചുറൽ സ്റ്റിറോയിഡുകൾ എന്നാ പറയുന്നത്. ഇപ്പൊ പക്ഷെ ഇതിന്റെ അളവാണ് നമുക്കിവിടെ പ്രധാനം. അത് കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാരണം കൊണ്ട് തന്നെ ഹാർട്ട് നിന്നു പോവുകയും സോഡിയം പൊട്ടാസ്യം പമ്പിലുള്ള വേരിയേഷൻ കാരണം ഹാർട്ടിന്റെ ഫങ്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായിടത്തോളം അത് കഴിച്ച ക്വാണ്ടിറ്റിയിലുള്ള ഒരു വ്യത്യാസമായിരിക്കണം ആ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം ഒരേ സാധനം തന്നെയാണ് നമ്മൾ മരുന്നായിട്ടും വിഷമായിട്ടും പറയുന്നത്. അത് നമ്മൾ എത്ര അളവിൽ അത് ഉള്ളിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നു എന്നുള്ളത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ കാർഡിയാക് ഗ്ലൈക്കോസൈഡുകളാണ് ഇതിനകത്ത് ഇപ്പം പൂവിലും ഇലയിലും ഒക്കെ വളരെയധികം കണ്ടന്റ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് നമ്മളുടെ ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതും വളരെ മിനിമം എമൗണ്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ കഴിക്കാവുന്ന ഒരളവിൽ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിയാലാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, സെല്ലുലാർ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും. അതിന്റെ സോഴ്സ് ഫിഷ് പോട്ടെ, ബാക്കിയുള്ളതെല്ലാം വാൾനട്ട്, ഓയില്, ചിയ സീഡുകള്, പീനട്ട് ബട്ടർ, മുട്ടയുടെ മഞ്ഞ, ടോഫു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് ടോഫു, പിന്നെ അവക്കാഡോ. ഇത്രയൊക്കെ ആണ് നമുക്ക് ഈ പറയുന്ന omega-3 ഫാറ്റി ആസിഡ് അല്ലെ omega-6 ഫാറ്റി ആസിഡ് നമ്മുടെ ബ്രെയിനിന്റെയും നെർവിന്റെയും പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പറയുന്നത്. ഇവയും നമ്മൾക്ക് എല്ലാം ഇതിപ്പോ ഏത് ഫൈറ്റോ കെമിക്കലുകൾ ആണേലും അല്ലെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒരു സാധനം ആണേലും അതിന്റെ അളവാണ് വളരെ മുഖ്യം. അതിനകത്ത് അളവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ടാണ് ഈ വ്യത്യാസങ്ങൾ വരിക. ഇനി ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ആ കഴിക്കുന്ന വ്യക്തിയുടെ ശരീരപ്രകൃതം, അവരുടെ സെല്ലിന്റെ അവസ്ഥ, ഇതൊക്കെയും ആ വ്യക്തിയുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഇത് കഴിക്കുന്നതും നല്ല ഹെൽത്തി ആയിട്ട് ഒരാൾ ഇത് ഒരേ ക്വാണ്ടിറ്റി കഴിച്ചാലും രണ്ടു പേർക്കും രണ്ട് രീതിയിലായിരിക്കും ഇതേ ഫൈറ്റോ കെമിക്കലുകൾ കൊണ്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ആ അളവ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിത് കഴിച്ചാൽ നല്ലതാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഫൈറ്റോ കെമിക്കലുകളെ കാണേണ്ടത്. അതിനകത്ത് നമുക്ക് ഗുണമുണ്ട് എന്ന് കരുതി കുറച്ചധികം കഴിക്കാം അല്ലെങ്കിൽ കുറച്ചധികം ഉപയോഗിക്കാം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു മരുന്നായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അതിനകത്തൊരു ഗുണം ഉണ്ട് എന്ന് പറഞ്ഞ് വളരെയധികം ലാവിഷായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ്
കാരണം ഈ ഫൈറ്റോ കെമിക്കൽ എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിനകത്ത് അത് റിയാക്ട് ചെയ്യുക. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഏത് എത്ര എങ്ങനെയുള്ള ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം കഴിച്ചത് കൊണ്ടോ അല്ലെ കഴിക്കാതിരുന്നത് കൊണ്ടോ നമ്മുടെ ശരീരത്തിനകത്ത് അതിന്റെ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതവും അതിനകത്തൊരു വലിയ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള. കേൾക്കുന്നില്ലേ സർ? കേൾക്കുന്നുണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഫൈറ്റോ കെമിക്കലിന്റെ ഒരു എന്താ പറയുന്ന ഒരു ബ്രോഡർ സെൻസ് എന്ന് പറയാൻ പറ്റുന്ന, ഇതിനകത്ത് ഇതിനും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. തൽക്കാലം ഞാൻ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതിൽ വെച്ച് ഞാൻ നിർത്തുകയാണ്. നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ നോക്കാം. ഇത് സംബന്ധിച്ച് ഇന്ററാക്ഷനിലുള്ള സമയമാണ്. നമുക്ക് എത്ര വരെ തുടരാൻ മതി? അരമണിക്കൂർ കൂടിയും ബാക്കിയുണ്ട്. വളരെ കൃത്യമായ സമയം പാലിച്ചുകൊണ്ടാണ് ഗായത്രി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു സംശയമുള്ളത്, ഈ ഹെർബൽ ടീസ് ഉണ്ടല്ലോ, ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കുന്ന ടീസും അല്ലാതെ ലീവ്സ് കൊണ്ടുണ്ടാക്കുന്ന ടീകൾ തമ്മിൽ എന്തുവാ വ്യത്യാസം എന്ന് വന്ന് പറഞ്ഞു തരാമോ? മാം, അതില് ലീഫിനകത്തുള്ള ഫൈറ്റോ കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിരിക്കില്ല. ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്ലേവനോയിഡുകൾ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് കളറുകൾ കൂടി വരും. ഇപ്പൊ നമ്മുടെ ശംഖുപുഷ്പം വെച്ച് തേയില ടീ ഉണ്ടാക്കുന്നുണ്ട്, ചെമ്പരത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള കണ്ടൻസിനകത്താണ് വ്യത്യാസം. ഇലയ്ക്കകത്തുള്ളതായിരിക്കില്ല പൂവിനകത്ത് ഉണ്ടാവുക. അതൊന്ന് വിശദീകരിക്കാവോ, എന്തൊക്കെയാ ഉള്ളതെന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാന്ന്? അത് ഓരോ പ്ലാന്റ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും മാം. നമുക്ക് ഇന്നതാണ് അതിനകത്തുനിന്ന് കൃത്യമായ ഒരു എമൗണ്ട് ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ പറയുന്ന ഒരേ ചെടി നമ്മൾ വളരുന്ന എൻവയോൺമെന്റ് അനുസരിച്ചിട്ട് അതിനകത്തുള്ള ഫൈറ്റോ കെമിക്കലിന്റെ അളവുകൾ തന്നെ വ്യത്യാസപ്പെടുന്നുണ്ട്. ഇവിടെ വളരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരു ചെടി നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഊട്ടിയോ കൊടൈക്കനാലോ മൂന്നാറോ ഒക്കെ പോകുമ്പോൾ കാണുന്ന പൂവിന്റെ കളർ അല്ല നമ്മളുടെ ലോലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് അതിന് വരുമ്പോ. അപ്പൊ ആ ടെമ്പറേച്ചറും അപ്പൊ അതനുസരിച്ചിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ആ ചെടികളിൽ ഉണ്ടാവും. ഇപ്പം പരസ്യത്തിലും ഒക്കെ പറയുന്നില്ലേ, ഉയരം കൂടും തോറും ചായയുടെ രുചി വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നല്ല രീതിയിൽ ഈ ഫൈറ്റോ കെമിക്കലുകളുടെ സിന്തസിസിനെ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് വരുന്ന വ്യത്യാസം വരും. അപ്പം ആ ഒരു ഫൈറ്റോ കെമിക്കൽസിനെ കുറിച്ച് പഠിക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു, ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് സീസണിലാണ് നമ്മൾ അവരെ കളക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ഇതിനകത്തുള്ള അളവുകൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫ്ലേവനോയിഡുകൾ ഉണ്ട്, ഫീനോൾസ് ഉണ്ട്. ഇപ്പൊ തേയിലയിലൊക്കെ ആണെങ്കിൽ ഫീനോൾസും ആൽക്കലോയിഡുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും ഏത് ഇലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിട്ട്. Hello, madam. Sorry, sir. One doubt. As per your explanation, egg yolk contain omega-3 and omega-6 fatty acids, correct? Yes. ഞാനൊരു ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ ആളാണ്. എന്നെ ഡോക്ടർ അഡ്വൈസ് ചെയ്തത് യു ക്യാൻ ടേക്ക് എനി ക്വാണ്ടിറ്റി ഓഫ് എഗ് വൈറ്റ് എന്നാണ്. അപ്പൊ എഗ് വൈറ്റ് ആണോ നല്ലത്? പക്ഷെ അതേസമയം ചെറിയ ഫിഷിലും അതിലും ഒക്കെ ഉള്ളത് omega-3 ആണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതെ. അപ്പൊ ഇത് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നു. എഗ് വൈറ്റ് ആണോ ഗുഡ്, അല്ല എഗ് യോക്ക് ആണോ? സർ, അത് ഞാനിവിടെ എഗ് യോക്ക് അല്ലെങ്കിൽ വൈറ്റിന്റെ ഗുഡ് എന്നുള്ളതല്ല, അതിനകത്ത് ഈ കോമ്പണൻസ് ഉണ്ടെന്നേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള അറിവ് എപ്പോഴും ഡോക്ടറിന് തന്നെ ആയിരിക്കും സാർ. എനിക്ക് അതിന്റെ വളരെ ബേസിക് ആയിട്ട് ഇതിനകത്ത് ഇന്ന കോമ്പൗണ്ട്സ് ഉണ്ട് എന്ന് പറയും. സാറിന്റെ ഹെൽത്ത് അനുസരിച്ച് അല്ലെങ്കിൽ സാറിന്റെ ഹാർട്ടിലെ സോഡിയം പൊട്ടാസ്യം വർക്കിംഗ് ഇതെല്ലാം അനുസരിച്ചിട്ട് എന്താണ് ഉള്ളിലേക്ക് ചെല്ലേണ്ടത് എന്നുള്ളത് ഡോക്ടർക്കായിരിക്കും അത് പറയാൻ പറ്റുക സർ. അല്ല, omega-3 is present more in egg yolk or egg white, that you can say, no? I'm not so confident about that, sir. കാരണം ഞാൻ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും അതിനകത്ത് നോക്കിയിട്ടുള്ളത്. ഞാൻ ആ ഫോട്ടോ അങ്ങനെ കണ്ടപ്പോ അത് വെച്ചു എന്ന് മാത്രം. And another thing, walnut, do we want some restriction to take intake the quantity of intake of walnut? Walnut also contain omega-3. Yes, sir. അത് omega-3 omega-6 ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ?
കൂടുതലല്ല, ഇതിപ്പം എല്ലാവരുടെയും ഒരു ധാരണയാണ് ഇതിനകത്ത് എനിക്ക് കഴിച്ചാൽ അത് കൂടുതൽ കഴിച്ചാൽ എനിക്ക് കൂടുതൽ ഗുണം വരും എന്നുള്ളത്. നമ്മളാണേലും ഇപ്പം ആൽമണ്ട്, കാഷ്യൂനട്ടും ഒക്കെ പറയുന്നത് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 6 എണ്ണം 10-ന് താഴെയുള്ള നമ്പർ കഴിച്ചാൽ മതി നമുക്ക് ഒരു ദിവസത്തെ റിക്വയർമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ കൂടുതൽ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ശരീരം, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ഹൈറ്റ് ഒക്കെയും ഇതിന് ഫാക്ടറാണ്. എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളത്. താങ്ക് യു സർ. ടീച്ചർ, ഒരു സംശയം. അതായത് നമ്മുടെ പ്ലാന്റുകൾ, ചെറിയ പ്ലാന്റ്സുകളൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ചെടികളൊക്കെ വളരെ. ഹലോ ടീച്ചർ, കേൾക്കാം. നമ്മളെ ഈ കാടുകളൊക്കെ വളർന്നു കഴിഞ്ഞാൽ കാടുകളൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിക്കുന്ന സമയത്ത് പ്ലാന്റ്സ് ഒന്നും പ്രത്യേകത സ്മെല്ല് പുറത്തേക്ക് വരുന്നില്ലേ, ഈ ബയോജനിക് ആയിട്ടില്ലേ? അതെ. അതെങ്ങനെയാണ് അപ്പൊ പ്ലാന്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ, എന്താണ് അതിന്റെ നടക്കുന്ന പ്രോസസ്സ്? സർ, അതിനകത്ത് ഈ ഫൈറ്റോ കെമിക്കൽ നമുക്കിപ്പം ഞാൻ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തത് നമുക്ക് ഉപയോഗമുള്ളതെന്നുള്ള രീതിയിലാണ്. പ്ലാന്റ്സിന് ആസ് സച്ച് കുറെ ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്. അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു വലിയ ഒരു പാടത്ത് ഒരു ചെടിയിൽ ഒരു പ്രാണിയോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയലോ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നും വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടെമ്പറേച്ചറിൽ തന്നെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കെമിക്കലുകളെ റിലീസ് ചെയ്യും. ആ കെമിക്കലുകൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ചെടികളിൽ ഈ പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഇത് കട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആക്സിഡന്റലി കട്ട് ആയാലും ഒക്കെ റിലീസ് ചെയ്യുന്നത് വഴി അവർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. എന്താ സർ? അല്ലാതെ ഓരോ പ്ലാന്റ്സും ഓരോ തരത്തിലുള്ള ഈ ബയോജനിക് ഇയോസിസ് അല്ലെങ്കിൽ വോളാറ്റിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ റിലീസ് ചെയ്യുന്നതാണ് എല്ലാത്തിനും അല്ലല്ല, ഒരേതല്ല. ഇപ്പൊ ടെർപിനോയിഡുകൾ എന്ന് പറഞ്ഞ മേജർ ഗ്രൂപ്പിലായിരിക്കും വരിക. പിന്നെ നമുക്ക് ജാസ്മോണിക് ആസിഡ്സ് ഉണ്ട്, ഇപ്പൊ എത്തിലീൻ എന്ന് പറയുന്ന മോൾ, ഇതെല്ലാം ഗേഷ്യസ് ആയിട്ട് തന്നെ റിലീസ് ചെയ്ത് ആ ചെടികളിൽ നിന്നും മറ്റു ചെടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, അടുത്ത് തന്നെ നിങ്ങളിലേക്കും ഈ പ്രശ്നം എത്തും, നിങ്ങൾ തയ്യാറായി ഇരുന്നോളൂ എന്ന് ചെടികളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫൈറ്റോ കെമിക്കലുകളും ഉണ്ട്. താങ്ക് യു സർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം, ഇത് നമ്മള് വെളുത്തുള്ളിയില് ഡൈഅസൈൽ സൾഫൈഡ് അങ്ങനെ സൾഫൈഡ് കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ചെടി എന്ന് പറയുന്ന ചെടിയില്ലേ, പിന്നെ ഗാർലിക് പ്ലാന്റ് എന്ന് പറഞ്ഞ, അപ്പൊ അതിലും സെയിം കെമിക്കൽ തന്നെയാണോ? അതെ, ആണോ? സെയിം കെമിക്കൽ സൾഫൈഡ് മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഒരു പെർട്ടിക്കുലർ സ്മെല്ല് തരുന്നത്. അതിനകത്ത് നമുക്ക് സ്റ്റെമ്മിലും ലീഫിലും ഒക്കെയാണ് കൂടുതലായിട്ടും ആ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ ഗാർലിക്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് അതിന്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടാണ്. അപ്പൊ അതിനകത്താണ് അത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സെല്ലിലും അത് അടിഞ്ഞു കൂടുന്ന അളവ് അനുസരിച്ചിട്ട് അതിനകത്ത് വ്യത്യാസം, ആ മണത്തിന്റെ ഇന്റൻസിറ്റിയിൽ ഒക്കെ വ്യത്യാസം വരും. ഓക്കെ. അതേപോലെ പിന്നെ നമ്മളെ മുരിങ്ങയില്ലേ, മുരിങ്ങ ഏല നല്ല പോഷകമുള്ളതാണ്, പക്ഷെ അത് കർക്കിടകത്തിൽ കഴിക്കരുത് എന്ന് പറയും. അപ്പൊ ആ സമയത്ത് അതിലെന്തെങ്കിലും മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കരുത് എന്ന് പറയും. അതിന് ആ സമയത്ത് എന്തെങ്കിലും പർട്ടിക്കുലർ കെമിക്കൽ അത് ചെയ്യുന്നുണ്ടോ, അബ്സോർബ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അതുകൊണ്ടാണോ? അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ സമയത്തുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻ ഈ പറയുന്ന നമുക്ക് ഗുണമുള്ള ഫൈറ്റോ കെമിക്കലുകളുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുന്നത് വെച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അത് അത്രയും ഗുണം ഉണ്ടാവത്തില്ല. കർക്കിടക സമയത്ത് ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻ നമ്മുടെ ശരീരത്തിന് പ്രയോജനമായിട്ടുള്ള രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. ഹലോ മാഡം. ഓക്കെ, താങ്ക് യു മാഡം. മാഡം, വൺ മോർ ഡൗട്ട്. നമ്മുടെ എഡിബിൾ ലീഫി വെജിറ്റബിൾസ് തന്നെ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ലൈക്ക് മുരിങ്ങ, പിന്നെ മറ്റ് ചീരവർഗ്ഗങ്ങള്, അങ്ങനെയുള്ളത് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട്, സപ്പോസ് വി കട്ട് ആൻഡ് കീപ് ഇറ്റ് ഓർ പ്രിസർവ് ഇറ്റ് either outside or in fridge, അത് കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു മറ്റൊരു ടേസ്റ്റ് വരുന്നത്, ഒരു കയ്പ് ടേസ്റ്റ്. ഞാനത് അസ്യൂം ചെയ്തിരിക്കുന്നത് അത് ഐ തിങ്ക് ദ പ്ലാന്റ് ലീവ്സ് ആർ പ്രൊഡ്യൂസിങ് സം ടോക്സിൻസ് ആഫ്റ്റർ വി കട്ട് ഇറ്റ്. അത് എത്രത്തോളം ശരിയാണ്, അല്ല നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ, ഇനി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാവോ? സാർ, ഇത് നമുക്കൊരു പ്ലാന്റ് പാർട്ടിനെ നമ്മൾ കട്ട് ചെയ്യുമ്പം പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വൂണ്ടാണ്.
അപ്പൊ ആ വൂണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നും മറ്റ് പ്രശ്നങ്ങൾ വരാതിരിക്കുക എന്നുള്ള രീതിയിലേക്ക് പ്ലാന്റ്സ് അതിന്റെ ചില ഫൈറ്റോ കെമിക്കലുകളുടെ ഇൻക്രീസ് ചെയ്യും. അത് ടോക്സിൻസ് ആണോ? അത് ടോക്സിൻസ് ആകാറില്ല, കാരണം നമ്മുടെ ശരീരത്തിന് അത്രയും ക്വാണ്ടിറ്റി അത് പോവാറില്ല, കാരണം നമ്മുടെ കുക്ക് ചെയ്തതിന് ശേഷം ഒക്കെയാണ് നമ്മളത് കഴിക്കാറ്. ഒരു ഡിറ്ററന്റ് ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അതിന്. ഓക്കെ സർ, താങ്ക് യു. ഹലോ മേഡം. ഹലോ മാം, ഗുഡ് ഈവനിങ് മാം. പറഞ്ഞോളൂ, കേൾക്കാം. മാം മനി ഒരു ഡൗട്ട്. നമ്മള് പിന്നെ പ്ലാന്റ്സിന് ഫോർ എക്സാമ്പിൾ ഈ ഷീമക്കൊന്ന പോലത്തെയുള്ള പ്ലാന്റ്സിനൊക്കെ ഇൻസെക്ട് റെപ്പലന്റ് നേച്ചർ ഉണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഇൻസെക്ട് റെപ്പലന്റ് ആണെന്ന് നമുക്ക് സംശയം തോന്നുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ഹൗ വി ഹാവ് ടു ഗോ അഹെഡ്, അതെങ്ങനെയാ നമുക്ക് അതൊരു കൺഫേം ചെയ്യുക ആ പ്ലാന്റിന് ഇൻസെക്ട് റെപ്പലന്റ് നേച്ചർ ഉണ്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഏത് കെമിക്കൽ ഇപ്പൊ GCMS ഒക്കെ ചെയ്തിട്ടാണോ കണ്ടുപിടിക്കേണ്ടത്, അല്ല വേറെ ഏതെങ്കിലും മെത്തേഡ്, അല്ലെങ്കിൽ കേരളത്തിൽ മറ്റെന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ അതിന് പറ്റിയതുണ്ടോ മാമിന്? അത് നമുക്കൊന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? മാം, അതിനകത്ത് നമുക്ക് ചില ഫാമിലിയിലെ അല്ലെങ്കിൽ ഇപ്പം സയന്റിഫിക് ഒരു എക്സ്പ്ലോറേഷൻ ആണ് മാം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ഫാമിലി നമുക്ക് ചെടി ഐഡന്റിഫൈ ചെയ്താൽ അത് ഏത് ഫാമിലി ആണെന്നും ആ ഫാമിലിയിൽ ഇൻസെക്ട് റിപ്പല്ലന്റ് ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് റിപ്പോർട്ടഡ് ആണോ എന്ന് നമുക്കൊരു ലിറ്ററേച്ചർ സർവേ ആദ്യം ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനകത്തും നമുക്ക് അത്ര ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് നമുക്കൊരു ഫൈറ്റോ കെമിക്കൽ എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഉണ്ട്. ആ ഫൈറ്റോ കെമിക്കൽ എക്സ്ട്രാക്ഷൻ ചെയ്ത് ഈ GCMS എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതി ചെയ്യേണ്ട വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്കാണ്. ഒരിക്കലും ഒരു വെള്ളത്തിൽ അലിയുന്ന ഒരു കോമ്പൗണ്ടിനെ എടുത്ത് നമ്മൾ GCMSന് കൊടുത്താൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കോമ്പൗണ്ട് ഉണ്ട് എന്ന് കിട്ടത്തില്ല. അതിനകത്ത് എപ്പോഴും വരുന്ന ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ആയതുകൊണ്ട് വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ മാത്രമേ നമുക്ക് അതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോ അതിന്റെ ഒരു ലിറ്ററേച്ചർ സർവേ ആയിരിക്കും ഏറ്റവും ആദ്യം നല്ലത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ഗ്രൂപ്പിലാണ് നമ്മുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇൻസെക്ട് റിപ്പലന്റ് പ്രോപ്പർട്ടി ഉള്ള കോമ്പൗണ്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു PG കുട്ടിക്ക് കൊടുത്ത ഒരു വർക്ക് ആയിരുന്നു ഈ ഇൻസെക്ട് റിപ്പലന്റ്, അല്ലെങ്കിൽ നമ്മുടെ പശുവിന്റെ ദേഹത്തൊക്കെ വരുന്ന ചെള്ളില്ലേ, അതിനെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് കൊടുക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എടുത്തത് മെത്തനോൾ എക്സ്ട്രാക്ട് ആണ്. അപ്പൊ അതിനെ നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെന്റ് സിസ്റ്റം വെച്ച് ഫ്രാക്ഷനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് GCMS അത് കൊടുക്കാൻ പറ്റിയത്. കാരണം വെറും മെത്തനോൾ കൊടുത്താൽ നമുക്ക് ആക്ച്വൽ കോമ്പൗണ്ട് കിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ല. ഇപ്പൊ ഞാനിവിടെ ഗുരുവായൂരാ ഉള്ളത്. ഇപ്പൊ തൃശ്ശൂര് KFRA ഉണ്ട്, മണ്ണുത്തി വെറ്റിനറി കോളേജിൽ GCMS ചെയ്യുന്നുണ്ട്, പിന്നെ കെയർ കേരളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ഇവിടെ കൊരട്ടിക്ക് അടുത്ത് അവിടെയും GCMS ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടിയും ഒരു ബെറ്റർ ഓപ്ഷൻ മൊത്തം മെറ്റബോളൈറ്റുകളെ മുഴുവൻ അറിയണം എന്നുണ്ടെങ്കിൽ HRLCMS എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ്. അതിപ്പം ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് IIT ബോംബെയിലാണ്. മാമിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം മാം പറ്റുന്ന പോലെ. താങ്ക് യു മാം, താങ്ക് യു. ആക്ച്വലി ഞങ്ങൾ സ്കൂൾ ടീച്ചേഴ്സ്, ഞാൻ +2 ടീച്ചറാണ്. ഞങ്ങള് നമുക്ക് പലതും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റിസർച്ച്, കുട്ടികളുടെ ഗൈഡൻസ്, ആസ് എ ഗൈഡ് ടീച്ചർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റ് എടുത്ത് ചെയ്യും. പക്ഷെ ഞങ്ങൾ ഓൺ ദ വേ ഞങ്ങൾക്ക് നിർത്തേണ്ട ആവശ്യം വരും. കാരണം മുന്നോട്ട് പോകാൻ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാറില്ല, ഗൈഡൻസും കിട്ടാറില്ല. അപ്പോ അത് ഒരു ലാക്കിന് നമുക്ക് ഇവിടെ തോന്നാറുണ്ട്. കാരണം ഞങ്ങൾ ഈ മലബാർ ഏരിയയിൽ ഈ പറഞ്ഞ അങ്ങനെ ഒരു വെൽ ഡെവലപ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല. സോ അത് എവിടെ എത്തുമ്പോഴും അതാ ഞാൻ ചോദിച്ചത്, മാമിന്റെ ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റുമെങ്കിൽ ഓക്കെ, താങ്ക്സ്. നമുക്ക് അത്രയും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൺ ദ വേ പലരും റിസർച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ സ്കൂൾ ലൈഫിൽ സ്കൂൾ സ്റ്റുഡൻസ് വഴി ഞങ്ങൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അപ്പൊ പ്രോജക്റ്റ് പലരും നമ്മൾ ഇവിടെ ഒരുപാട് പേര് എനിക്ക് അറിയുന്ന ഈ ഗ്രൂപ്പിലുള്ളവർ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും നാഷണൽ ലെവലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഇതാണ്. ഫസ്റ്റ് ലെവൽ ഇത്രയും ഞങ്ങൾക്ക് അറിയുള്ളൂ, മീൻസ് സ്കൂൾ ലാബ് ലെവലിൽ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഒരു ടു എ സർട്ടൻ ലിമിറ്റ് നിയർ ബൈ ഒരു കോളേജിൽ നിന്ന് എന്തെങ്കിലും അത് തന്നെ അന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാറില്ല. ഒരു ബെറ്റർ റിസൾട്ട് ഫൈനലി കിട്ടാറുമില്ല.
അപ്പൊ അതാ ചോദിച്ച മാം ഗൈഡൻസ് നമുക്ക് ഹെൽപ്പ് ഉറപ്പായിട്ടും അത് മാം ചെയ്യുമെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് ഇപ്പൊ ഒരു കോമൺ ഫോറത്തില് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്ന അറിയില്ല. മാം ജസ്റ്റ് ഗെറ്റ് ബാക്ക് ടു മീ. ഞാൻ യെസ് മാം, താങ്ക് യു മാം. യെസ് മാം, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. Okay ma'am, thank you ma'am. Your class was very good ma'am. Thank you. Thank you, thank you. Hello, നമ്മൾ ഹാൻഡ് റൈസ് ചെയ്തവരുടെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. അതെ, 2-3 പേര് കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തവരുടെ ആ സീക്വൻസിൽ തന്നെ ചോദിച്ചുകൊണ്ട് പോവാം. മാം പറഞ്ഞോളൂ. ഓക്കെ. ഡോക്ടർ ദീപ ഇല്ലേ? എനിക്കൊന്ന് ദീപ യാത്രയിലായിരിക്കും തോന്നുന്നു. യാത്രയിലായിരിക്കും. ഞാൻ യാത്ര കഴിഞ്ഞു. പിന്നെ കേൾക്കുന്നുണ്ടല്ലേ? എന്താന്ന് വെച്ചാൽ എനിക്ക് ഓർഡറിൽ ആരാണ് അടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല, അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഞാന് നേരത്തെ ആ ഡിസ്കഷൻ കേട്ടപ്പോ ഒരു കാര്യം പിന്നെ ആക്ച്വലി പിന്നെ ഗായത്രി മാം പറഞ്ഞു കഴിഞ്ഞു. തെറാപ്യൂട്ടിക് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രത്യേക ആവശ്യത്തിനുള്ള ഡയറ്റിന് വേണ്ടിയിട്ടോ അത് പിന്നെ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ പറയുന്നത് മാത്രം എടുക്കുക. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ടുള്ള സെൻസ് പിന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അത് ആദ്യം തന്നെ നമ്മൾ എടുക്കണം. ഫാക്ട് വളരെ കൃത്യമാണ്, ഫാക്ട്സ് എല്ലാം കൃത്യമാണ്. പക്ഷെ അത് നമ്മുടെ പിന്നെ ഇതിലേക്ക് എടുക്കാൻ പാടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മളിപ്പോ പിന്നെ എന്താ പറയാ ഇപ്പം പിന്നെ ഇതിന് ഭക്ഷണത്തിന്റെ കണ്ടന്റ് ഇപ്പൊ നേരത്തെ ചോദിച്ചൊരു ഉദാഹരണം പിന്നെ എഗ് വൈറ്റ് എന്ന് പറയുന്നത് പ്യുവർ പ്രോട്ടീൻ. അത് റെഫറൻസ് പ്രോട്ടീൻ ആണ്. അത് 100 ഗ്രാം എഗ് വൈറ്റ് കഴിച്ച് നിങ്ങൾക്ക് 100 ഗ്രാം പിന്നെ പ്രോട്ടീൻ തന്നെ കിട്ടും. അപ്പൊ അതിനകത്ത് ഒട്ടും ഫാറ്റ് ഇല്ല. അതുപോലെ തന്നെ എഗ് യോക്ക് എന്ന് പിന്നെ മഞ്ഞ എന്ന് പറയുന്നത് ഏകദേശം പിന്നെ മുഴുവനും തന്നെ അതിനകത്ത് കുറച്ച് പിന്നെ പ്രോട്ടീനും കൂടി ഉണ്ടാവും. പക്ഷെ എന്നാലും കൂടുതലും പിന്നെ ഫാറ്റ് ആണ്. അപ്പൊ ഇത് omega-3 വേണ്ടിയിട്ടല്ല എഗ് വൈറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ സ്ഥലത്തുള്ള കൺസൾട്ടേഷൻ അനുസരിച്ചിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വോയിസ് മുറിഞ്ഞു പോകുന്നു. മാം ഒരു ഡൗട്ട്. ഇത്ര പറഞ്ഞെടുത്ത് നമ്മളിപ്പോ അടുത്തിടെയായിട്ട് നമ്മളെ കേരളത്തിൽ കൂടുതൽ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്കറിയാണ് ചായ മെൻസ എന്ന് പറഞ്ഞത്. ആക്ച്വലി അത് നമ്മളെ നാട്ടിൽ ഉള്ളതല്ലാന്ന് തോന്നുന്നു. അപ്പൊ അത് ഈ പാലുള്ള ഒരു ചെടിയാണല്ലോ, നമ്മുടെ കപ്പ പോലുള്ള. അപ്പോൾ അത് പലരും പറയുന്ന അത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒന്ന് വേവിച്ച് ഊറ്റിയിട്ട് വെള്ളം ഊറ്റിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിലെന്തെങ്കിലും ഇതുപോലുള്ള ശരീരത്തിന് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഫൈറ്റോ കെമിക്കൽ ഉള്ളതായിട്ട് സ്റ്റഡീസ് നടക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? മാം, നമ്മളൊരു ഹാൻഡ് റൈസിംഗ് ഓർഡർ ഉണ്ട്. നമുക്ക് ആ റേസിൽ തന്നെ പോയിരുന്നെങ്കിൽ ആ ക്യൂവിലുള്ളവരുടെ ക്വസ്റ്റ്യൻസും കൂടെ അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു മാം. അതെ, അങ്ങനെ ചെയ്താൽ മതി ശ്രീകാന്ത്. മാമിന്റെ ഇത് ചെയ്യാം, എന്തായാലും ആൻസർ ചെയ്യാം. അടുത്ത ഇത് ചെയ്തിരിക്കുന്നത് നീനയാണ്. അപ്പോ നീനയുടെ ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞിട്ട് മാമിലേക്ക് വരാം മാം. നമസ്കാരം. ഞാൻ ഇതില് കയറാൻ ലേറ്റ് ആയിപ്പോയി, വലിയൊരു നഷ്ടമായിപ്പോയി. ഞാൻ ഡൗട്ട് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കറിവേപ്പിലയൊക്കെ നമ്മൾ ചെറിയ അളവിലേ നമ്മൾ കഴിക്കാറുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു അധികമൊന്നും കഴിക്കരുത്, ചരച്ചിട്ട് തന്നെ കൂടുതൽ അളവിൽ കറിവേപ്പിലയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തെഴുതാമയും എഡിബിൾ ആണ് എങ്കിൽ കൂടിയും അധികം തെഴുതാമ കഴിക്കരുതെന്നാണ് അതിൻ്റെയൊക്കെ ഒരു. അതുപോലെ കീഴാർ നെല്ലി എന്ന് പറയുന്നത് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് നമ്മുടെ ലിവർ ഫങ്ഷനിങ്ങിനൊക്കെ ഈ ചെറുള കീഴാർ നെല്ലിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മരുന്നായിട്ട്.
അപ്പൊ അത് നമ്മളിപ്പോ എഡിബിളായിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തില് ഉപ്പേരിയിലോ മറ്റോ കീഴാർനെല്ലിയോ ചെറുവിളയോ എപ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞു തരണേ. മാം, ക്വസ്റ്റ്യൻ ഞാൻ കേട്ടു. ഈ പറഞ്ഞ പോലെ കരിവേപ്പില അല്ലെങ്കിൽ ചായ മനസ ഇത് പറഞ്ഞ സംഭവങ്ങളിലൊക്കെയും ഉള്ള ഫൈറ്റോ കെമിക്കലുകൾ വേറെ വേറെയാണ്. അപ്പൊ ടാനിൻ കണ്ടന്റ് കൂടുതൽ, ഇപ്പം എല്ലാത്തിലും എല്ലാം ഉണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും അളവുകളാണ് വ്യത്യാസം. ഇപ്പൊ ടാനിൻ ചായ മനസ്സിലുള്ള അളവായിരിക്കില്ല കറിവേപ്പിലയിൽ ഉണ്ടാവുക. നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇപ്പൊ ചായ മനസ ഞാൻ 2 ക്വസ്റ്റിനോട് ചേർത്ത് പറയാം. അപ്പൊ ചായ മനസയ്ക്ക് അകത്ത് ഈ ടാനിൻസിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു കയ്പും ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ ഒരു ക്വാണ്ടിറ്റിക്ക് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് പേപ്പറുകൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുക്കിങ്ങിന്റെ സമയത്ത് അതിനെ നമ്മൾ ആ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ആദ്യത്തെ ഒരു കുക്കിംഗ് ബോയിലിങ്ങും ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറെയൊക്കെ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവും. പിന്നെ ആ വെള്ളം നമ്മൾ മാറ്റി കളഞ്ഞിട്ടാണ് വീണ്ടും ഒന്നേന്ന് കുക്ക് ചെയ്തിട്ട് ആ ചായ മനസ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിന്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു പ്രോസസ്സിങ് വന്നിട്ടുള്ളത്. ഇപ്പൊ അതുപോലെ തന്നെയാണ് ഏതൊരു ഇലക്കറികൾ നമുക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന പല ചെടികളും നമുക്ക് ഇന്നത്തെ കാലത്ത് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ മണ്ണിന്റെ ഘടന മാറിയത് കൊണ്ടും എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറിയത് കൊണ്ടും മണ്ണിലേക്ക് വന്ന രാസ വളങ്ങളുടെ അളവ് കൂടിയതും ഒക്കെ ഈ ചെടികളിലെ ഫൈറ്റോ കെമിക്കൽ ഉണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിലും ഒക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമുക്കൊരു കൃത്യമായ ഒരു ധാരണയില്ലാതെ മുമ്പുള്ളവർ ഉപയോഗിച്ചു അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു എന്താ പറയുക ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഹൈഡ്രോസൈനിക് ആസിഡ് അല്ലേ ചായ മനസ്സിലുള്ളത്? അതെ അതെ, ടാനിൻ കണ്ടൻസും വരും മനസ്സിലായി. മാഡം, ഈ ആയുർവേദിക് മെഡിസിൻസിൽ അടങ്ങിയിരിക്കുന്നത് ചില ഫൈറ്റോ കെമിക്കൽസ് ആയിരിക്കുമല്ലോ. ഫൈറ്റോ കെമിക്കൽസിനെക്കുള്ള സ്റ്റഡിയും ആയുർവേദിക് മെഡിസിൻസും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ? അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് പറയാമോ? ആയുർവേദിക് മെഡിസിൻസ് നമുക്ക് 2 രീതിയിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഒറ്റമൂലികളായിട്ട് ഒരൊറ്റ ചെടി അത് ആ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പല ചെടികളുടെ ഒരു കോമ്പിനേഷൻ, പല ഭാഗങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ പല ചെടികളുടെ കോമ്പിനേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഓരോ ചെടിയിലും ഉള്ള ഈ പറയുന്ന ഫൈറ്റോ കെമിക്കലുകൾ തന്നെയാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 100 ഗ്രാം അല്ലെങ്കിൽ 50 ഗ്രാം ഒരു 30 ഗ്രാം എന്ന് പറഞ്ഞ് ഓരോന്നിനെ എടുക്കുന്ന അളവിനുള്ള പ്രത്യേകത അതാണ്. അപ്പൊ അത്ര മാത്രം മതി നമുക്ക് ഓരോ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അതേസമയം ഒറ്റമൂലികളായിട്ട് എടുക്കുന്ന ചെടികളാണെങ്കിൽ ചിലപ്പോൾ അവർ സമൂലം എടുക്കും, അല്ലെ ഇല മാത്രം, അല്ലെ പൂവ്, വേര് അല്ലെങ്കിൽ വേരിന്റെ തൊലി അങ്ങനെ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ ബേസ് ചെയ്ത് വർക്കുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്റെ PhD വർക്കിന്റെ ഒരു ഭാഗവും ഇത് തന്നെ ആയിരുന്നു. ഈ യശങ്ക് എന്ന് പറയുന്ന ചെടിയില് ഞാൻ ക്യാൻസറിനെ ബേസ് ചെയ്തുള്ള സ്റ്റഡിയാണ് തുടങ്ങിയത്. പക്ഷെ അത് ഞാൻ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും ഈ യശങ്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രം ആണ്, അപ്പൊ അവിടെയൊക്കെ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഇല അരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 10 ദിവസത്തെ പച്ചില മരുന്ന് കഴിക്കുന്നതിനൊപ്പം യശങ്കിന്റെ ഇല അരിപ്പൊടിയിൽ അരച്ച് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു മെക്കാനിസം എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ആ ഒരു വർക്കിലേക്ക് പോയത്. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫൈറ്റോ കെമിക്കലുകളോടൊപ്പം തന്നെ എലമെന്റുകളുടെ അളവ്, പൊട്ടാസ്യം, സോഡിയം അങ്ങനെ പറയുന്ന എലമെന്റുകളുടെ അളവും നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിനെ മാനേജ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയതിൽ പൊട്ടാസ്യത്തിന്റെ അളവ് യശങ്കിന്റെ ഇലയില് മുരിങ്ങയിലേക്കാളും ഒരുപാട് കൂടുതലായിട്ടാണ് കണ്ടത്. അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ ഞാൻ നിർത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യത്തിന്റെ അളവ് തന്നെയാണ് മസിൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് ഗർഭപാത്രം ചുരുങ്ങാനും ഒക്കെ വേണ്ടി അതിനെ സഹായിക്കുന്നുണ്ടാവുക എന്നുള്ള ഇതാണ്. പിന്നെ നമുക്ക് ഈ ആയുർവേദ മരുന്നുകളാണെങ്കിലും ഈ പറയുന്ന ചെടികളൊക്കെ ആണെങ്കിലും അതിലൊരു സിനർജിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാം കൂടി ചേർന്ന് ഒരു മരുന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന ഒരു കോമ്പൗണ്ട് മാത്രം അല്ലെ ഇന്ന ഒരു ഫൈറ്റോ കെമിക്കൽ മാത്രം എന്നുള്ളതല്ല നമ്മളുടെ ആയുർവേദത്തിന്റെ രീതി. അത് എല്ലാത്തിന്റെയും അളവുകൾ കൃത്യമായി വരുമ്പോൾ അത് കഴിക്കേണ്ട രീതിയിൽ ഒരു ചിട്ടയായി നമ്മൾ അത് ചെയ്തു പോന്നാലാണ് നമുക്ക് അതിൽ നിന്ന് ഒരു ഗുണം ഉണ്ടാവുക. ഇപ്പൊ സാധാരണ എനിക്ക് മനസ്സിലായത്തോളം
ഇപ്പൊ നമ്മൾ ആൾക്കാരെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയോ ചെയ്യുമ്പോൾ ആയുർവേദത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. നമ്മളുടെ ജീവിത രീതി മുഴുവൻ മറ്റൊന്നും, ഒരു അസുഖം വരുമ്പോൾ മാത്രം ആയുർവേദ രീതിയിലേക്ക് പോകുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം വെച്ചാൽ ആയുർവേദം എന്ന് പറയുന്ന ഒരു ചിട്ടയായ രീതിയാണ്, ജീവിത രീതിയാണ്. അതിൽ നമ്മൾ ജീവിച്ച് വന്നാലാണ് നമുക്ക് ആയുർവേദം കൊണ്ട് അത്രയും നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ലൈഫ് സ്റ്റൈല് ഫുൾ മാറിയിട്ട് ഒരു അസുഖത്തിന് വേണ്ടി മാത്രം നമ്മൾ അതിലേക്ക് പോകുമ്പം റിസൾട്ട് വരാൻ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടാനായിട്ട് വല്ലാണ്ട് വൈകും. അത് ഈ പറയുന്ന നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഫൈറ്റോ കെമിക്കലുകളെ മെറ്റബോളൈസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസത്തിലാണ് അത് വരുക സർ. വർക്കുകൾ നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വർക്ക് ആയുർവേദ ബേസ് ചെയ്തിട്ടും സിംഗിൾ പ്ലാൻ ബേസ് ചെയ്തിട്ടും ഒക്കെ വർക്കുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് സർ. താങ്ക് യു മാഡം. താങ്ക് യു സർ. സംസാരിക്കാവോ? ദിനേഷ് സാർ. ഓക്കെ, എനിക്ക് രണ്ട് ക്വസ്റ്റ്യനാണുള്ളത്. ഒരു ക്വസ്റ്റ്യന്റെ രണ്ട് പാർട്ടായിട്ടാണ്. അതായത് പൊതുവെ നമുക്കൊരു സസ്യജന്യമായിട്ടുള്ള കെമിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ കെമിക്കൽ എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണെന്നുള്ള ഒരു തെറ്റായ ധാരണ പൊതുവെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നേരത്തെ ആരോ പറഞ്ഞ മാതിരി ഫില്ലാന്തസ് നിറൂറി, മറ്റേ കിഴാർ നെല്ലിയുടെ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കിഴാർ നെല്ലി സമൂലം അരച്ച് ഇളനീര് വെള്ളത്തിൽ കുടിക്കാം എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അത് നമ്മൾ അതായത് ഫൈറ്റോ കെമിക്കലിന്റെ ഡോക്ടർ ഗായത്രി പറഞ്ഞ മാതിരി ഒരു പ്രത്യേകിച്ചൊരു മേഖല, അതിന്റെ സിംഗിൾ കെമിക്കൽസും അതിന്റെ ഏത് രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നതൊക്കെ പഠിക്കുന്നത് ഒരു മോളിക്യൂളിനെ ബേസ് ചെയ്തിട്ടാണ്. നേരെ മറിച്ച് നമ്മൾ എല്ലാം ഇങ്ങനെ നേരത്തെ വേറൊരു ഇതിൽ പറഞ്ഞതുമാതിരി ഒരേ ചെടികളുടെ, നേരത്തെ തേയിലയുടെ കാര്യം പറഞ്ഞു, പല ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് അതിലുള്ള പോളിഫിനോൾസിന്റെയും കണ്ടന്റും എല്ലാം വ്യത്യാസം വരുന്നുള്ള സമയത്ത് നമ്മൾ പൊതുവെ ഒരു സിംഗിൾ മരുന്ന് എല്ലാത്തിനും, അതായത് മഞ്ഞപ്പിത്തം തന്നെ വൈറലിനുണ്ട്, മറ്റു പല കാരണങ്ങളുണ്ട്, ചിലപ്പോൾ ഡിസീസ് കൊണ്ട്, ചിലപ്പോൾ ഒരു ക്യാൻസർ കൊണ്ട് വരാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പൊതുവെ ഇങ്ങനെ അടച്ച് ഒരു സിംഗിൾ ഇതിലേക്ക് പോകുന്നത് ശരിയാണോ? പിന്നെ ഈ നാച്ചുറൽ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് കെമിക്കൽ ഉണ്ടോ? ഓർഗാനിക് കെമിക്കൽസ് മാത്രമല്ലേ? അതിനെപ്പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നന്നായിരിക്കും. എനിവേ, അതിന്റെ കൂടെ തന്നെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, കുറച്ച് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വെരി വെൽ ഡൺ. താങ്ക് യു സർ. സാറ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ്സ് എന്ന് പറയുന്ന നമ്മള് വർഷങ്ങളോളം നമ്മളത് യൂസ് ചെയ്ത് വീട്ടുമുറ്റത്തെ മരുന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഇരിക്കുന്നത് കൊണ്ടും ഒരു അസുഖം വന്നാൽ മുറ്റത്തേക്ക് ഓടിയാൽ മതി എന്നുള്ള, പക്ഷെ ആ മുറ്റത്ത് നിൽക്കുന്ന ചെടിയുടെ മണ്ണിലുള്ള എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ പോയിട്ടുണ്ട്, അതിന്റെ എൻവയോൺമെന്റ്, അതിന് ഉള്ളിൽ നടക്കുന്ന റിയാക്ഷനുകളൊക്കെ എത്രത്തോളം നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് ഓടിപ്പോയി അതെടുത്ത് കഴിച്ചാൽ അസുഖം മാറുമെന്നുള്ളത് കാലങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് വന്നൊരു സ്വഭാവ രീതി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതുകൊണ്ട് അസുഖം മാറുന്നില്ല. അപ്പം നമ്മൾക്കാണെങ്കിലും മക്കൾക്ക് പനി വന്നാൽ നമ്മൾ ആദ്യം പനിക്കൂർക്കയുടെ ഇല പോയി ഇടിച്ചു പിഴിഞ്ഞ് കൊടുക്കാനാണ് നമ്മളും ശ്രമിക്കുന്നുണ്ടാവും. കാരണം ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിനകത്ത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി അത് തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ചുറ്റുപാടും അല്ലെങ്കിൽ അത്രയും പൊട്ടന്റ് ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റബോളിസം ആണോ ആ പ്ലാന്റിൽ നടക്കുന്നതെന്ന് നമ്മൾ നോക്കാറില്ല. തുളസി നല്ലതാന്ന് എല്ലാവരും പറഞ്ഞു, നമ്മളും പറയുന്നു. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത തലമുറയിലേക്കും പകർന്നു പോകുന്നത്. അപ്പൊ അതിനേക്കാളും നല്ലത് കൃത്യമായി എന്താണ് അസുഖത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ട്രീറ്റ്മെന്റ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം അലോപ്പതി, ആയുർവേദം എന്ന് ഞാൻ പറയുന്നില്ല. അത് ഏതാണെങ്കിലും അവരുടെ ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, ആ അസുഖത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഡിമാൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താണോ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം സർ. പിന്നെ നാച്ചുറൽ കെമിക്കൽസ് എന്ന് പറയുന്നത് പറയാനുള്ള ഒരു ബേസിക് റീസൺ പ്ലാന്റ് ബേസ്ഡ് ആണ്, അതിന് സൈഡ് ഇഫക്ട്സ് കുറവാണ്. ഇപ്പൊ ഈവൻ നമ്മളും പ്രോജക്റ്റും കാര്യങ്ങളും റിസർച്ച് വർക്കും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്ലാന്റ് ബേസ്ഡ് സോഴ്സസ് എപ്പോഴും സൈഡ് ഇഫക്ട്സ് കുറവാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് ഫാക്ടേഴ്സ് വേറെയുണ്ട്. ഇപ്പം കുറച്ചധികം സ്റ്റഡീസ് നടക്കുന്ന എൻഡോഫൈറ്റുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. എന്ന് വെച്ചാൽ ഈ ചെടികൾക്ക് ഈ പറയുന്ന പ്രത്യേകതകളൊക്കെ ഉണ്ടാകുന്നത് ആ മണ്ണിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ അതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് കൂടെ ചേർന്ന് അവരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റിലാണ് ഇത് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ്.
ഇപ്പൊ ക്ലോറോഫിലിന് പച്ച കളർ കൊടുക്കുന്നത് പോലെ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു പ്രോകാരിയോട്ടിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്നാണ് ഇപ്പം റീസെന്റ് ആയിട്ടൊക്കെ സ്റ്റഡീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെടി മറ്റൊരു ചെടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് അതിന്റെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനും ഒക്കെ ആ മണ്ണും മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസും ആ മണ്ണിലുള്ള ബാക്കിയുള്ള കെമിക്കൽസും ഒക്കെ അതിനൊരു വലിയ ഫാക്ടർ ആകുന്നുണ്ട്. അപ്പൊ അത് കാര്യം അറിയാതെ നമ്മൾ എടുത്തു ചാടുന്നതിൽ അർത്ഥം ഉണ്ടാവും തോന്നില്ല സർ. ഓക്കെ, താങ്ക് യു. അത് അതിന്റെ കൂടെ ഞാൻ പറഞ്ഞതിൽ ഒന്ന് ഒരു ഉലുവ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കിഡ്നി അടിച്ചു പോകുന്ന കേസുകളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഒരു നാച്ചുറൽ എന്ന് പറയുന്നത് ഇതിന്റെ പുറകെ പോകുന്നതിന് നല്ല നേരത്തെ ഡോക്ടർ ഗായത്രി പറഞ്ഞിരുന്നു, ട്രീറ്റ്മെന്റിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഏത് തരം ഫിസീഷ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന അവർ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അതൊരു ഇതായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. എനിവേ, താങ്ക് യു. താങ്ക് യു സർ. ആദിത്യൻ സാർ. ഹലോ, കേക്കാവോ? കേൾക്കാം സർ, പറഞ്ഞോളൂ. ഹലോ മിസ്, ഈ കാർഡിയക് ഗ്ലൈക്കോസൈഡ് ഇല്ലേ, ഈ അരളി കാണുന്ന അത് ബാക്കി അപ്പോസിനീസ് ചെടികള് ആ ഫൈറ്റോ കെമിക്കല് കാണുന്നുണ്ടോ? ഉണ്ട് സർ. അത് അരളിയിൽ മാത്രമല്ല, അത് അപ്പോസൈനിയസെ ഫാമിലി വരുന്ന പ്ലാന്റുകളിൽ ഉണ്ട്. പക്ഷെ ഓരോന്നിനകത്തുള്ള അളവുകൾ വ്യത്യാസമായിരിക്കും. ഓക്കെ മിസ്. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചോദിച്ചായിരുന്നു തോന്നുന്നു. മറ്റേ ഷൈനി മിസ് പറഞ്ഞത് ഈ ഓരോ ചെടിയില് എന്തൊക്കെ കെമിക്കല് തിരിച്ചറിയേണ്ട അതിന്റെ ഉത്തരം പറഞ്ഞിരുന്നു തോന്നിയത്. അത് നമുക്ക് നമ്മുടെ തന്നെ വളരെ ബേസിക് ഇതിൽ നിന്ന് ചെയ്യാവുന്ന ഒരു സംഭവം തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുത്ത് TLC എന്ന് പറയുന്ന ടെക്നിക്കാണ്. അപ്പൊ അതിനകത്ത് സിലിക്ക ജെൽ കോട്ടുള്ള ഒരു പ്ലേറ്റ് കിട്ടും. അതിലേക്ക് നമ്മളൊരു ഡ്രോപ്പ് ചെയ്ത് അതിനൊരു കൃത്യമായൊരു സോൾവെന്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പം സാധാരണഗതിയിൽ ടൊലുവിൻ ഈഥൈൽ അസറ്റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ അത് വെച്ച് നമ്മൾ അതിനെ ക്രോമാറ്റോഗ്രഫി റൺ ചെയ്തതിന് ശേഷം അനൈസാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു സ്പ്രേയിങ് റിയേജന്റ് ഉണ്ട്. അപ്പൊ അതിനെ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പം ഇതിനകത്തുള്ള കോമ്പൗണ്ടുകളിൽ കളർ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതൊരു വളരെ ക്രൂഡായിട്ടുള്ള ഒരു ഡേറ്റയാണ്. എന്നാൽ പോലും നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ, ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഫൈറ്റോ കെമിക്കലുകൾ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ അത് ഉപയോഗപ്പെടും. ഇപ്പൊ ആ സ്പ്രേ ചെയ്യുമ്പോൾ മഞ്ഞ കളറാണ് ഫ്ലേവനോയിഡുകളാണ്, പിങ്ക് അല്ലെ പർപ്പിൾ അത് വരുവാണെങ്കിൽ അത് ടെർപ്പിനോയിഡുകളാണ് എന്നൊരു നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. പിന്നെ ആദ്യത്തെ ഒരു ഡേറ്റ എപ്പോഴും നമുക്ക് ലിറ്ററേച്ചർ തന്നെയാണ്. പിന്നെ ഒരു റിപ്പോർട്ടും ഇല്ലാത്ത ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അതിനകത്ത് ഒരു വർക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുറെ ബേസിക് ആയിട്ട് നടത്തേണ്ട സ്റ്റഡീസ് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് ഇപ്പം ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള കുറെ സ്റ്റഡീസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതല്ല ഇതാണ് എന്നും പറഞ്ഞ എലിമിനേഷൻ പോലെയാണ് നമ്മൾ അതിലേക്ക് ഫൈറ്റോ കെമിക്കലുകളിലേക്ക് എത്തുക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പറ്റുക. ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആദിത്യൻ, ഐ ക്യാൻ ഹെൽപ്പ് യു. താങ്ക് യു മിസ്. എനിക്ക് ഞാൻ ഈ ഒരു ഫീൽഡിലല്ല, അത് ഇങ്ങനെ ചില സമയത്ത് ഡൗട്ട് അടിക്കാറുണ്ട്. ഈ ചില ബട്ടർഫ്ലൈസ് ഇല്ലേ, ഇന്ന പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു, ഇന്ന ജനസില് പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സംശയിക്കാറുണ്ട്, ഇന്ന ചെടികളൊക്കെ എന്തേലും കോമൺ ആയിട്ട് കോമ്പൗണ്ട് ഉണ്ടായിട്ടാണോ ഇവര് ഇന്ന തരത്തില് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്ന, അങ്ങനെ ഒരു ഡൗട്ട് വന്ന് ചോദിച്ചത്. അതും ഈ പറയുന്ന വോളറ്റൈൽ ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കലുകളുടെ ഒരു ഇഫക്റ്റ് കൊണ്ടാണ് അത് വരുന്നത്. അതിനെ തിരിച്ചറിയാൻ ഇപ്പൊ കീമോടാക്റ്റിക് അട്രാക്ഷൻ എന്ന് അതിന് പറയാം. അപ്പൊ അതിനെ തിരിച്ചറിയാൻ ഇവരുടെ ബട്ടർഫ്ലൈസിന് റിസപ്റ്റേഴ്സിന് പറ്റും. അപ്പൊ അതാണ് അവരിലേക്ക് ചില പ്ലാന്റുകളിൽ എത്തുന്നതും ചില പ്ലാന്റുകളെ അവർ ഒഴിവാക്കുന്നതിനുമായിട്ടുള്ള കാരണം. ഓക്കെ, താങ്ക് യു മിസ്. നല്ല അടിപൊളി പ്രസന്റേഷൻ ആണ്. താങ്ക് യു. താങ്ക് യു. സന്ധ്യ മാമിന്റെ ഒരു അൺആൻസേർഡ് ക്വസ്റ്റ്യൻ മാം ഒന്നുകൂടെ. മാം പറഞ്ഞോളൂ. സന്ധ്യ മാം ഇല്ലേ, അവൈലബിൾ അല്ലേ? ഞാൻ ചോദിച്ചതാ നേരത്തെ, ഡൗട്ട് ചോദിച്ചതാണ്.
നേരത്തെ അതിന്റെ ചോദിച്ചു. ഒന്നുകൂടെ ചോദിക്കാവോ? അതിന്റെ അതെ ആൻസർ അത് ചെയ്തില്ലായിരുന്നു. പറഞ്ഞിരുന്നു ക്ലബ് അത് പറഞ്ഞിരുന്നു. ഓക്കെ 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 മാം. അടുത്ത അലീം യൂസഫ് സർ. ഹലോ മാഡം, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഫൈറ്റോ കെമിക്കൽസ്, ഇത് ആൻസർ പറഞ്ഞല്ല, ഞാൻ കുറച്ച് വൈകിയാണ് ജോയിൻ ചെയ്തത്. ഫൈറ്റോ കെമിക്കൽസ് അതിന്റെ ഓരോ സ്പീഷീസിനനുസരിച്ചും അതുപോലെ തന്നെ അത് എവിടെ ആക്ട് ചെയ്യുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, പറഞ്ഞോളൂ. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, അതായത് ഒരു ഫൈറ്റോ കെമിക്കല് വേറൊരു പ്ലാന്റിനെ എന്തെങ്കിലും അത് അതിനെ ഇൻഹിബിറ്റ് ചെയ്യോ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യോ ചെയ്യുന്നത്, അത് ഓരോ പ്ലാന്റും ഓരോ സ്പീഷീസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമോ? അതുപോലെ തന്നെ അതിന്റെ എവിടെയാണ് അത് എന്താ പറയാ എഫക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവുമെന്നാണ് എന്റെ ചോദ്യം. അതായത് ഫോർ എക്സാമ്പിൾ, മിക്കവാറും പ്ലാന്റുകൾക്ക് ഒരു അലീലോ കെമിക്കൽ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് പല രീതിയിലാണോ എഫക്ട് ചെയ്യുന്ന ഓരോ സ്പീഷീസിൽ? അതുപോലെ തന്നെ അതാണ് എന്റെ ചോദ്യം. സർ, അലിലോ കെമിക്കൽസ്, അലിലോപ്പതിയാണ് സാർ പറഞ്ഞ മെക്കാനിസത്തിന്റെ പേര്. ഒരു ചെടിയുടെ കെമിക്കല് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റ് ചെടികളെ വളർത്താതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കെമിക്കലുകൾ കാരണം ഈ ഒരു പ്ലാന്റിന് മാത്രം അവിടെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അതാണ് നമ്മുടെ ഈ ധൃതരാഷ്ട്ര പച്ച പോലെയുള്ള ഇൻവേസീവ് പ്ലാന്റുകൾക്ക് അത്രയധികം വേഗത്തിൽ പടർന്ന് പന്തലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റെല്ലാ ചെടികളുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ അവരുടെ ഹോർമോണൽ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്ന ഫൈറ്റോ കെമിക്കലുകളെയാണ് ഇവർ റിലീസ് ചെയ്യുക. ഇപ്പൊ ഫീനോൾസ് ഉണ്ട്, അതിൽ സ്റ്റിറോയിഡുകൾ ഉണ്ട്, അതിൽ സാപ്പോണിൻസ് ഉണ്ട്, ചില ആൽക്കലോയിഡുകൾ ഉണ്ട്. അപ്പം അത് ഓരോ പ്ലാന്റ് അനുസരിച്ചിട്ട് അതിനകത്ത് വ്യത്യാസം വരും. ഇപ്പൊ ധൃതരാഷ്ട്ര പച്ചയിലുള്ളതായിരിക്കില്ല ഹെക്സാസെപ്പാലം എന്ന് പറയുന്ന വേറൊരു ഇൻവേസീവ് സ്പീഷീസിന് വരിക. ഇനി ഇതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു എൻഡോഫൈറ്റിക് ബാക്ടീരിയയുടെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ആ ബാക്ടീരിയൽ കോൺട്രിബ്യൂഷനും ഈ റൂട്ടുകൾ വഴിയാണ് അത് മണ്ണിലേക്ക് റിലീസ് ചെയ്യുന്നതും ആ കെമിക്കൽസിന്റെ പ്രസൻസ് ഉള്ള മണ്ണിൽ മറ്റു ചെടികൾക്ക് വളരാൻ പറ്റാതാകുന്ന ഒരു സിറ്റുവേഷനും ആണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് സർ. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു സർ. ഹലോ മാഡം, ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇനി? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം സർ, പറയൂ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഞങ്ങൾക്ക് കഷായമൊക്കെ 1/8 1/16 ഒക്കെ ആക്കി വറ്റിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതില് എന്തെങ്കിലും ആൽക്കലോയിഡ്സ് ഒക്കെ നശിച്ചു പോകുന്നുണ്ടാവും. വോയിസ് ഇടയ്ക്ക് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ഏതൊക്കെ മൈക്ക് ഓപ്പൺ ആണെന്ന് തോന്നുന്നു സർ. ഹലോ, സർ പറയൂ, കേൾക്കാം. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഞങ്ങള് കഷായമൊക്കെ 1/8 1/16 ഒക്കെ ആക്കി വറ്റിക്കാൻ പറയുന്നുണ്ട് കഷായം ഉണ്ടാക്കുമ്പോ. അപ്പൊ അതിൽ ആൽക്കലോയിഡും ബാക്കിയുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ഒക്കെ നശിച്ചിട്ട് പോകാനുള്ള സാധ്യത. മാഡം ഒരു കഷായത്തിന്റെ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും? ഇല്ല സർ, ഞാൻ സിംഗിൾ പ്ലാന്റ് ആണ് ചെയ്തിട്ടുള്ളത്, യെശെങ്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം എന്റെ PG കുട്ടികൾക്കൊക്കെ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്ന ഇപ്പോ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട് മാത്രമായിരിക്കും. നമ്മൾ അതിന്റെ ഒരു ട്രഡീഷണൽ യൂസ് നോക്കിയിട്ട് അതിന്റെ ഒരു സയന്റിഫിക് വാലിഡേഷൻ എന്നുള്ള രീതിയിലാണ് ആക്ടിവിറ്റി ബേസ്ഡ് സ്റ്റഡീസ് ആയിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർ. ആയുർവേദ 1/8 ആക്കിയൊക്കെ വറ്റിക്കുമ്പോ എന്തായാലും സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ ഡീനേച്ചർ ചെയ്യുന്നുണ്ടാവില്ലേ? അത് ഡീനേച്ചർ ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫൈറ്റോ കെമിക്കലിന് ആ ചേഞ്ച് വരാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു രീതിയിലേക്ക് വരിക. അപ്പൊ സാധാരണഗതിയിൽ ടെർപ്പിനോയിഡ്, സ്റ്റിറോയിഡുകൾ അങ്ങനത്തെയൊക്കെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോ അതായിരിക്കില്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫൈറ്റോ കെമിക്കൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. അങ്ങനെ ഡീനേച്ചർ ചെയ്യാതെ ഇരിക്കേണ്ട ഫൈറ്റോ കെമിക്കലുകളെ ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുകയും അത് നമ്മൾ കൺസ്യൂം ചെയ്യാനുമായിട്ട് പറയുന്നുണ്ടാവുക.
പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ മഞ്ഞൾ തിളപ്പിച്ചാല് കുർക്കുമീൻ നഷ്ടപ്പെടുകയാണോ, കുർക്കുമിന്റെ പെർസെന്റേജ് പോവുകയാണോ കുറയണോ? അത് നമ്മൾ എത്ര മഞ്ഞൾ അതിനകത്ത് എടുത്തു എന്നുള്ള, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര മഞ്ഞൾപ്പൊടി ഇട്ടു എന്നുള്ളത് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. പിന്നെ തിളപ്പിക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള ചില റാഡിക്കൽ ഹൈഡ്രോക്സിൽ ചില മോളിക്യൂൾസിന് അതിനകത്ത് വിട്ടു പോവാറുണ്ട്. പക്ഷെ അതിന്റെ ബേസിക് നോളജ് എനിക്ക് അത്ര പോരാ സാർ. അത് എത്രത്തോളം ആ ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല സാർ. അല്ല, കുർക്കുമിന്റെ അളവ് അതാ ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര കോൺസെൻട്രേഷനിലാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര എമൗണ്ട് ഓഫ് കുർക്കുമിൻ ആണ് അതിനകത്ത് പോകുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടിരിക്കും. കൂടുതൽ എനിക്ക് അത് അറിയില്ല, ഞാൻ അതിന്റെ ഒരു രീതി നോക്കിയിട്ടില്ല സാർ. നെറ്റിൽ നോക്കിയപ്പോ കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ടാണ് വരുന്നത്. ചിലവര് പറയും ബോയിൽ ചെയ്താല് കൂടുന്നുണ്ടെന്ന് പറയും, ചില സ്റ്റഡിയിൽ കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാന്നുള്ളത്? അത് പല ഫൈറ്റോ കെമിക്കൽസിന്റെയും ഒരു കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ ബേസിക് ആയിട്ട് പറഞ്ഞാലും, ഞാനിപ്പം ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റിന്റെ സ്റ്റഡി ആയിരിക്കും, റിസൾട്ട് ആയിരിക്കില്ല ഒരുപക്ഷെ തമിഴ്നാട് നിന്നോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നോ ഒക്കെ ഞാൻ അതേ പ്ലാന്റ് കളക്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഫൈറ്റോ കെമിസ്ട്രിയിൽ നമുക്ക് ഇവിടെ ഇതാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇതാണെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു മിക്സ്ചർ ആകുമ്പോൾ. പക്ഷെ ആസ് ഓഫ് നോ ഒരു കോമ്പൗണ്ട് ബേസ് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി ഇത് ഇത്ര ഡോസിൽ നമുക്ക് ഫാർമക്കോ കൈനറ്റിക്സ് അല്ലെങ്കിൽ ഫാർമക്കോളജി ആ ഒരു ഇതൊക്കെ ഡൈനാമിക്സ് ഒക്കെ നോക്കുമ്പോൾ എത്ര ഡോസിൽ എത്ര അളവിൽ ഒരു ആൾക്ക് ചെന്നാലാണ് നമ്മളുടെ ശരീരത്തിനകത്തുള്ള മാറ്റങ്ങൾ അത് കൊണ്ടുവരിക എന്നുള്ള രീതി, ആ ഡോസ് ഫിക്സേഷൻ എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും സർ. അല്ല, ഇവിടെ കുർക്കുമിന്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ കുർക്കുമിന്റെ അളവ് കൂടുക, കുർക്കുമിന് നല്ല ബോയിൽ ചെയ്താൽ നല്ലതാണോ അല്ലേ? എനിക്ക് അറിയില്ല സാർ, അത് ബോയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എനിക്ക് അറിയില്ല. ഞാനൊന്ന് ഇടപെട്ടോട്ടെ അതില്. പറയും മാം. അത് പിന്നെ മഞ്ഞള് തിളപ്പിച്ച് പുഴുങ്ങി ഉണക്കുന്നത് അതിന്റെ കീപ്പിംഗ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കുർക്കുമിന്റെ അളവ് പിന്നെ നമ്മൾ ഈ വരട്ട് മഞ്ഞളിൽ കുറയുന്നത് തന്നെ ഉണ്ട്. പക്ഷെ അത് സൂക്ഷിക്കാൻ പൊടിയായിട്ടാണെങ്കിലും പിന്നെ മഞ്ഞളായിട്ടാണെങ്കിലും സൂക്ഷിക്കാൻ പുഴുങ്ങി ഉണക്കി കഴിഞ്ഞാലാണ് അതിന്റെ ഷെൽഫ് ലൈഫ് കൂടുക. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ അത് പിന്നെ പെട്ടെന്ന് മോശമായി പോകും. പുഴുങ്ങി ഉണക്കുമ്പോഴാണ് പിന്നെ അതിന് ഷെൽഫ് ലൈഫ് കൂടുന്നത്. പിന്നെ ഞാൻ നേരത്തെ കുർക്കുമിന്റെ അളവ് വെയിലത്ത് വെച്ചാൽ കുറയോ കൂടുക? അതിനെപ്പറ്റി എനിക്കറിയില്ല, പക്ഷെ പിന്നെ പുഴുങ്ങുമ്പോ കുറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ, ഞാനൊരു ആയുർവേദ ഡോക്ടർ തന്നെയാണ്. അതില് പിന്നെ എനിക്ക് നമ്മുടെ പിന്നെ ആൽക്കലോയിഡ്സ് ചൂടിന് നശിച്ചു പോവോന്ന് ചോദിച്ചപ്പോ അത് ഗായത്രി മാഡം അതിന്റെ ഒരു ഭാഗം കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതായത് ചൂട് ആക്കുമ്പോ നശിക്കാത്ത കണ്ടന്റ് ആയിരിക്കും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. നശിക്കാത്ത പിന്നെ പാർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഔഷധ കൽപ്പന ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ വോളറ്റൈൽ ആണെങ്കിൽ അത് ചിലപ്പോൾ ആസവമായിട്ടായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ സോല്യൂബിൾ ആയിട്ടാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അത് അരിഷ്ടാക്കി മാറ്റും. പിന്നെ അതിൽ ചൂടാക്കാനേ പറ്റില്ലെങ്കിൽ അത് ഒന്നുകിൽ ചൂർണ്ണമായിട്ടോ സ്വരസായിട്ടോ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഏത് ആക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ് വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ആലോചിച്ചാൽ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഔഷധ കൽപ്പനയാണ് നമുക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റുക. പക്ഷെ എപ്പോഴും ഒരു കഷായത്തിന്റെ ഒരു ഫൈറ്റോ കെമിക്കൽ സ്റ്റഡി ഇപ്പോഴും ഒരു റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടോ ഡോക്ടർ? ഒരു മഹാരാഷ്ട്ര കഷായത്തിന്റെ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കഷായത്തിന്റെ? അല്ല, അതാണ് പറഞ്ഞത്. അത് ചൂടില് നശിച്ചു പോകുന്ന സാധനം അല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അത് മാഡം കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. സർ, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇപ്പം റഫീഖ് സാർ ചോദിച്ചതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ മോളിക്യുലർ ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ സ്റ്റഡി പോകുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ലാബുകളിൽ പോയി കെമിക്കൽ റിയാക്ഷൻസ് നോക്കി ഏതാണ് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് റിയാക്ട് ചെയ്യുക എന്നുള്ള ഒരു ക്ലിനിക്കൽ എക്സ്പെരിമെന്റ് വരെയൊക്കെ എത്തിയാലാണ് അതിന്റെ പ്രോമിസിങ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക. അതൊരു വെറ്റ് ലാബ് എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയുക. പക്ഷെ ഇപ്പോ നമുക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഒരു ബയോ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള രീതിയിലേക്ക് ടെക്നോളജി വളർന്നപ്പോ നമുക്ക് എവിടെയാണ് നമ്മളുടെ ഈ പറയുന്ന ഫൈറ്റോ കെമിക്കൽ കോമ്പൗണ്ട് ഒരു ഡ്രഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലിഗാൻഡ് എന്ന് നമ്മൾ അതിനകത്ത് പറയുക ആ ഫങ്ഷൻ ചെയ്യുന്നത്, അത് നമുക്ക്
കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രോട്ടീനിനെ ഉണ്ടാക്കുകയും ആ പ്രോട്ടീനും ഇതും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ അസുഖത്തിനെ കുറയ്ക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് വാല്യൂസ് കൊണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് തിരിച്ച് നമ്മൾ പ്ലാന്റ്സിലേക്ക് പോയാൽ മതി. കാരണം കണ്ടമാനം ചെടികൾ നശിപ്പിച്ചു കൊണ്ടുള്ള സ്റ്റഡീസിനേക്കാളും നല്ലത് തിരിച്ചാണ്. ഒരു ബയോ ഇൻഫോർമാറ്റിക് ബേസ് ചെയ്ത് അല്ലെ ഡോക്കിംഗ് സ്റ്റഡീസ് ബേസ് ചെയ്തുള്ള ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും നശിപ്പിക്കാതെ തന്നെ ഇന്ന അസുഖത്തിന് ഇപ്പം ക്യാൻസർ കോസിംഗ് ആണ്, ബ്രസ്റ്റ് ക്യാൻസറിന് ABCG2 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ക്യാൻസറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ABCG2നെ നമ്മുടെ ചെടിയിലുള്ള ഏതെങ്കിലും ഫൈറ്റോ കെമിക്കൽ പ്രോപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെ ചിലപ്പോൾ നമുക്ക് ക്യാൻസർ വരാതിരിക്കും. അപ്പൊ അത് എവിടെയാണ്, എങ്ങനെ പോയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയുള്ള ബോണ്ടുകളിലാണ് അത് ഫോം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള പഠിക്കാനായിട്ട് ഇപ്പം നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് ഒരു സിമുലേറ്റഡ് സ്റ്റഡി എന്ന് പറയും, അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ പ്ലാന്റ് പോയി കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് ആ ഫൈറ്റോ കെമിക്കലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലേക്കും ഇപ്പം എന്താ റിവേഴ്സ് ഫാർമക്കോളജി എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്റ്റഡീസ് പോകുന്നുണ്ട്. അതും ഒരു അപ്രോച്ചാണ്. താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. താങ്ക് യു മാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? മാം, ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇപ്പൊ നമ്മൾ 101 ആവർത്തിച്ച കഷായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? 101 ആവർത്തിച്ച കഷായം ഉണ്ടല്ലോ. അപ്പം പിന്നെ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് അതിലെ കോമ്പൗണ്ട്സ് അതിന്റെ നാനോ ഫോമിലേക്ക് മാറുന്നു എന്ന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഒരിക്കൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അത്ര ഇഫക്റ്റീവ് ആകുന്നത്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു മാമിന് അറിയാമെങ്കിൽ. നാനോ മെറ്റീരിയൽസിന്റെ പ്രത്യേകിച്ച് വളരെ ചെറിയ സൈസിൽ നമുക്ക് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരും ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ഈ പറഞ്ഞ ഇഫക്റ്റീവ്നെസ് കൂടാനുള്ള കാരണം നാനോ മോളിക്യൂൾ ആയിട്ട് അത് മാറിയത് കൊണ്ടാണ്. താങ്ക് യു. ഇപ്പൊ സാറ് ചോദിച്ചത് എനിക്ക് തോന്നുന്നത് കുർക്കുമിന്റെ ബോയിൽ ചെയ്യുമ്പോൾ അതിന് വല്ല എഫക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ് സാറ് ചോദിച്ചെന്ന് തോന്നുന്നു നേരത്തെ. ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഞാൻ ഫൈറ്റോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ ചൂടാക്കുമ്പോൾ അതിന്റെ എന്താ പറയുക ഓക്സിഡൈസ് ചെയ്യുന്ന കെമിക്കൽസ് ഡീആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് ടെമ്പററിലി അതിന്റെ ഫർദർ ഡിഗ്രഡേഷൻ കുറയും. പക്ഷെ ലൈറ്റും ടെമ്പറേച്ചറും എക്സ്പോഷറും മൂന്നും അതിന്റെ കണ്ടന്റ് കുറയാനുള്ള ചാൻസ് ഉള്ള സംഗതികളാണ്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. നമ്മൾ 8:45 യെസ് മാം, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഈ ഡിസ്കഷന്റെ ഇടയിൽ മാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഫൈറ്റോ കെമിക്കൽസിന്റെ പ്ലാന്റ്സ് തമ്മിലുള്ള ഇന്ററാക്ഷനും പ്ലാന്റ്സും ബട്ടർഫ്ലൈസ് അതുപോലെ മൈക്രോ ഓർഗാനിസംസ് അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, സോ വിച്ച് ഇസ് ലൈക്ക് ടെക്നിക്കൽ പോകാതെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ് ഇഷ്യൂസ് ആണ്. മാമിന് എപ്പോഴേലും ഈ ഒരു ലേമാൻസ് ഇതിൽ തന്നെ ലൈക്ക് സച്ച് ദാറ്റ് വി ക്യാൻ റിലേറ്റ് ടു ദം ഇങ്ങനത്തെ ഈ ഓരോ വിഷയങ്ങൾ ഇതുപോലെ എടുത്തൊന്ന് എപ്പോഴേലും ടോക്സ് പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നേനെ. ആലോചിക്കാം ഏത് ആസ്പെക്ട് ആണ് വേണ്ടിയെന്നുള്ളത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എനിക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം മാം, കുഴപ്പമില്ല. ഒത്തിരി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതുപോലെ ഓരോന്ന് പറഞ്ഞപ്പം. അഫ്കോഴ്സ് പക്ഷെ നമ്മളൊന്നും ഇതിൽ സ്പെഷ്യലൈസേഷനോ അങ്ങനെ ഉള്ള അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഒന്നും അങ്ങനെ അറിയാത്ത ഒരാൾക്കാണേലും പ്രാക്ടിക്കലായിട്ട് വെച്ച് നമ്മുടെ വേൾഡിൽ ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വിഷയങ്ങൾ ആയിട്ട് റിലേറ്റ് ചെയ്താൽ ഒത്തിരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. എസ്പെഷ്യലി ദിസ് ഓർഗാനിസംസ് എങ്ങനെ ഈ ഫൈറ്റോ കെമിക്കൽസിനെ എഫക്ട് ചെയ്യുന്നത്, പ്ലാന്റ്സ് തമ്മിലുള്ളതും. ഇറ്റ് വാസ് എ വെരി നൈസ് ടോക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റഡീസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാതെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പടങ്ങളും
സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇതിനെ ഞാൻ റിലേറ്റ് ചെയ്ത് ടോപ്പിക് ആക്കിയത്. അല്ല മറ്റേ അല്ലാത്തൊരു രീതിയിൽ പോകുമ്പോൾ എല്ലാവർക്കും അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. ഈ ഒരു ആസ്പെക്ട് അല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ VC ഗ്രൂപ്പില് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷനിൽ. അപ്പോ അത് നമുക്ക് ആലോചിക്കാം മാം. പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ നമുക്ക് ഇനി ചോദ്യങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? ഇല്ല, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി കൂടി ഉണ്ട്. രണ്ട് മൂന്ന് ഹാൻഡ് റൈസ് ഉണ്ട് സർ. മുരളി സർ, അനിയൻ സർ, അതുകൂടി ആയിക്കോട്ടെ. അപ്പോ ഇനി ഓക്കെ, അപ്പൊ ഒരു 3 പേരുടെയും കൂടെ ഇത് കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറയണോ അല്ല ഓർഡറിൽ പോണോ? ഹലോ, അലീം സാറിന്റെ ആണ് അടുത്ത ഹാൻഡ് റൈസ്. മാഡം, ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പം ചോദിക്കാൻ കാരണം, നമ്മളൊരു പ്ലാന്റിന്റെ ഏതൊരു ഫൈറ്റോ കെമിക്കൽ ഒരു കോമ്പൗണ്ട് മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ കുർക്കുമിൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു പ്ലാന്റ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇപ്പൊ മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ പല മഞ്ഞളിലും പല എമൗണ്ടിലായിരിക്കും കുർക്കുമിൻ ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് സയന്റിഫിക്കലി ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് അതിനൊരു ക്വാണ്ടിഫിക്കേഷൻ, അഥവാ നമ്മളൊരു 10 ഗ്രാം 1 ലിറ്ററിൽ എന്ന് പറഞ്ഞാൽ 10 ഗ്രാം മഞ്ഞൾ 1 ലിറ്റർ എടുത്ത് വിചാരിച്ചാൽ അത് പല മഞ്ഞളിലും പല എമൗണ്ടിലായിരിക്കും കുർക്കുമിൻ ഉണ്ടാവുക. അപ്പൊ നമുക്കത് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? അത് കുർക്കുമിൻ എന്ന് പറയുന്നത് ആസ് സച്ച് ഒരു ഒറ്റ മോളിക്യൂൾ ആണ്. കുർക്കുമിൻ പോലെ തന്നെ മഞ്ഞളിൽ കാണുന്ന കോമ്പൗണ്ടുകളെല്ലാം ചേർത്തിട്ട് നമ്മൾ കുർക്കുമിനോയിഡുകൾ എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ സ്ട്രക്ചറൽ വ്യത്യാസം കൊണ്ടാണ് ഓരോന്നിനും ഓരോ ഇത് വരുന്നത്. പക്ഷെ ബേസിക്കലി അതെല്ലാം കുർക്കുമിനോയിഡുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന ഫൈറ്റോ കെമിക്കലുകളാണ്. അപ്പോ ഇതിന്റെ എന്താണ് രാസ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ക്വാണ്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പോവാം. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് തന്നെയാണ്. അതിൽ നിന്ന് RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ വാല്യൂ വരുന്ന നമുക്കൊരു സ്റ്റാൻഡേർഡ് മോളിക്യൂളും കൂടെ അവൈലബിൾ ആണെങ്കിൽ എളുപ്പമാണ്. അതല്ല എങ്കിൽ ഇപ്പം LCMS ഉണ്ട്, HPLC ഉണ്ട്, HRLCMS ഉണ്ട്, UP, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. അത് ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത്, കുർക്കുമിൻ എന്നല്ല ഏതൊരു മോളിക്യൂൾ ആണെങ്കിലും അത് ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് കൃത്യമായി തിരിച്ചറിയാന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. എല്ലാവരും GCMS ചെയ്യുന്നു, ഞാനും GCMS ചെയ്യുന്നു എന്നുള്ളതിൽ പോകാതെ നമ്മൾ ആ പ്ലാന്റ് പിന്നെ ഫൈറ്റോ കെമിക്കൽ ഏതാണ്, അത് ഏത് പ്ലാന്റിലാണ്, ആ പ്ലാന്റിൽ ഏത് ഭാഗത്താണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കില്ലേ കെമിക്കലുകൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഏത് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകളിലാണ് ഇതിപ്പോ നമ്മൾ ഒരു 5 വലിയ ഗ്രൂപ്പ് പറയില്ലേ, ഫീനോൾ, ഫ്ലേവനോയിഡ്, ടെർപ്പിനോയിഡ്, സ്റ്റിറോയിഡ്, ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഈ 5 ഗ്രൂപ്പുകളിൽ ഏതാണ്. അപ്പൊ അവരുടെ പൊതു സ്വഭാവം അനുസരിച്ചിട്ടാണ് നമുക്ക് എങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊരു സോൾവെന്റ് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പ്ലാന്റിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ വഴിയാണ് കുറെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള 1-2 സോൾവെന്റ് സിസ്റ്റംസ് ഉണ്ട്. അത് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ അടുത്ത ട്രയൽ മെത്തേഡ്സിലേക്ക് പോകുന്നുണ്ടാവും. സർ, ഇന്നതാണ് ഇന്നതിന് നമുക്ക് കൃത്യമായ ഒരു ഇത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. സർ. അടുത്ത മുരളി സർ. Madam, second time I am appearing with some questions. One thing, ഈ ഫൈറ്റോ കെമിക്കൽസിൽ നമ്മുടെ ഈ കൂടുതൽ മെഡിസിൻസും അതുപോലെ ഇൻസെക്ട്സിന്റെ ഫുഡായിട്ടും ആക്ട് ചെയ്യുന്ന കുറച്ച് ആൽക്കലോയിഡ്സ് ആണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം ആൽക്കലോയിഡ്സിനെ കുറിച്ച് കുറച്ചുകൂടി എലാബറേറ്റ് പറയാമായിരുന്നു മാഡത്തിന് തോന്നുന്നു. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഞാൻ വായിച്ചൊരു കാര്യമാണ്, ഈ ആയുർവേദ ഫൈൻഡിങ്സ് നമ്മുടെ പഴയ ബിഷഗ്വരന്മാരൊക്കെ അവരെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയതാണ്. അന്ന് ഇറ്റ് വാസ് പോസിബിൾ ബിക്കോസ് നമ്മളെ ക്ലൈമാറ്റിക് കണ്ടീഷനും വെതർ കണ്ടീഷൻ, സോയിൽ സ്ട്രക്ചർ ഓൾസോ, സോയിൽ കമ്പോണന്റ് ഓൾസോ വാസ് സംവാട്ട് ബാലൻസ്ഡ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഞാൻ ഈയിടെ വായിച്ചു, മെനി ഓഫ് ദ പ്ലാന്റ്സ് സ്റ്റോപ്പ് ഈവൻ ഡൂയിങ് ഫോട്ടോസിന്തസിസ്. ക്ലൈമാറ്റിക് ചേഞ്ച്, അതായത് ഗ്ലോബൽ വാർമിംഗ് വന്നുകൊണ്ട് അതിനൊരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ വേണം. അത് മാറിയത് കൊണ്ട് ഫോട്ടോസിന്തസിസ് പോലും നിർത്തുകയാണ് പ്ലാന്റ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഫേസ് എ വെരി വെരി ഹാർഡ്ഷിപ്പ്. അപ്പൊ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഇതിനൊന്നും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ പണ്ടുണ്ടായിരുന്ന ഫൈറ്റോ കെമിക്കൽസ് നമ്മുടെ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതേ ഇന്റൻസിറ്റിയിൽ അതേ ക്വാളിറ്റിയിൽ ഇപ്പൊ പലരും പറഞ്ഞ മാതിരി
ഉണ്ടാവും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോഴും ട്രയൽ ആൻഡ് എറർ തന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് പുതിയ കണ്ടീഷനിൽ വന്നിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ, സോയിൽ സ്ട്രക്ചർ, സോയിൽ ടെക്സ്ചർ, എവറിത്തിങ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത്. താങ്ക് യു. സാർ, അതിന്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. നമുക്ക് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുമല്ല, ഒരു എഫിഷ്യന്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന പ്രോസസ്സിൽ ഇത്ര യൂണിറ്റ്സ് ലൈറ്റ് കിട്ടുമ്പോൾ ഇത്ര ഗ്ലൂക്കോസ് അത് അല്ലെങ്കിൽ സ്റ്റാർച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അളവിലാണ് നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളത്. ഫോട്ടോസിന്തസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ പറയുക, നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്നൊരു കാര്യമാണ്. പക്ഷെ അതിനകത്തുള്ള എഫിഷ്യൻസി റേറ്റ് ആണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത്. My doubt is accordingly at par with that it will affect the production of the other compounds also in the plant body. No. ഇല്ല, അത് വരിക്കില്ല. കാരണം ഇത് പ്രൈമറി മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സെക്കൻഡറി മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ടാണ്, കാരണം പ്രൈമറി മെറ്റബോളിസം നടക്കുന്ന പല ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളിൽ നിന്നും വഴിതിരിഞ്ഞാണ് സെക്കൻഡറി മെറ്റബോളിസത്തിലേക്ക് പോകുന്നത്. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി മെറ്റബോളൈറ്റ് അത് ഒരു സ്ട്രെസ് കണ്ടീഷൻ വരുമ്പം അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മെക്കാനിസം അത് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് അത് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്ലാന്റുകളിലുള്ള എൻസൈമുകൾ അല്ലെങ്കിൽ ചില ഹോർമോണുകൾ, ഇതൊക്കെയും ഈ പറയുന്ന പോലെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കൂടുന്നതും കുറയുന്നതും സെക്കൻഡറി മെറ്റബോളിസത്തിന് ഡയറക്ട്ലി എഫക്ട് ചെയ്യില്ല. പക്ഷേ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു മൈക്രോബിയൽ അറ്റാക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും ഫൈറ്റോകെമിക്കൽ കോമ്പോണൻസിന്റെ അളവിനെ ബാധിക്കും. സെക്കൻഡറി മെറ്റബോളിസത്തിന്റെയും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കേണ്ട ടെമ്പറേച്ചറും വാംത്തും ഒക്കെ ഉണ്ട്. അപ്പോ അതിന് മാറ്റം വരില്ലേ എന്നാണ് ഡൗട്ട്. അതിനകത്ത് മാറ്റം വരുന്നത് ആ പ്ലാന്റ് ഫേസ് ചെയ്യുന്ന സ്ട്രെസ് കണ്ടീഷന്റെ അളവ് അനുസരിച്ചിട്ടാണ്. ഏത് സ്ട്രെസ്സിനാണ് ഏത് ഫൈറ്റോകെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്ലാന്റിന്റെ എൻവയോൺമെന്റ് അനുസരിച്ചിട്ടിരിക്കും. വാട്ടർ സ്ട്രെസ് ഉള്ള സമയത്തുള്ള ഫൈറ്റോകെമിക്കൽ അല്ല ഒരു സോൾട്ട് അല്ലെങ്കിൽ ലവണാംശം മണ്ണിൽ കൂടുമ്പോൾ ഉണ്ടാകുന്നത്. അതല്ല നമുക്കൊരു ഡ്രൗട്ട് അല്ലെങ്കിൽ വരൾച്ച വരുമ്പോൾ ഉണ്ടാകുന്നത്. അതല്ല നമുക്കൊരു ഇൻസെക്ട് അറ്റാക്ക് വരുമ്പം പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈറ്റോകെമിക്കൽസ് ഉണ്ടാകുക. ഇതെല്ലാം പണ്ടത്തെ മാതിരിയുള്ള ബാലൻസിലല്ല. അല്ല, ഒരിക്കലും അല്ല. അപ്പൊ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ജനറലൈസേഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫൈറ്റോകെമിക്കൽസ് ഉണ്ടാകുന്നുണ്ടെന്നും അവർക്ക് മുന്നേ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, നമ്മുടെ സമയം കൂടുതലായി. ലാസ്റ്റ് ഒരു സോനിത മാം കൊടുക്കുന്നത്. സോനിത. ഓക്കെ. സോനിത മാം. ഹലോ. ഗായത്രി മാഡം കേൾക്കാമോ? കേൾക്കാം മാം, പറഞ്ഞോളൂ. ആദ്യമായിട്ട് വളരെ വെരി ഇൻഫർമേറ്റീവ് സെഷൻ ആണ്. ഐ റിസീവ്ഡ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ എനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഞാനൊരു ഹയർ സെക്കൻഡറിയിൽ നേരത്തെ ഒരു മാഡം പറഞ്ഞ മാതിരി ഗൈഡ് ടീച്ചറായിട്ട് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പൊ ഞാൻ കോവിഡ് സമയത്ത് ലെൻഡാനയുടെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ വൈറ്റ് ഫ്ലൈസിനെതിരെ ഒരു ഇഫക്റ്റീവ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയിരുന്നു. അപ്പൊ അതെനിക്ക് പല കോൺസെൻട്രേഷനിൽ ചെയ്തപ്പോ അത് ഇഫക്റ്റീവ് ആയിട്ട് വേറെ പലതിനെക്കാട്ടിലും പ്ലാന്റ് ജ്യൂസിൽ അപ്ലൈ ചെയ്തപ്പോ ഈ എക്സ്ട്രാക്ട് ഇഫക്റ്റീവ് ആയിട്ട് മനസ്സിലായി. അപ്പൊ അതിൽ ഏത് കണ്ടന്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മള് മണ്ണുത്തിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോഴാണോ അത് മനസ്സിലാവുക എന്നുള്ളതാണ് ആദ്യത്തെ. അതെ മാം. ഇപ്പം നമ്മള് ചെടിയുടെ പേര് ഏതായിരുന്നു മാം? ലെൻഡാന സ്പീഷീസ് ആണ്. എന്നാലും എനിക്ക് അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഞാൻ കോവിഡ് സമയത്തായിരുന്നു ഞാനാണത് ചെയ്തത്. വീട്ടില് കുട്ടികൾക്ക് അത് റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. സയൻസ് കോൺഗ്രസ് ആ സമയത്ത് ഓൺലൈൻ ആയിട്ടാണ് നടത്തിയത്. അപ്പൊ അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഞാൻ എന്നിട്ട് ഒരു സയന്റിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ആ സമയത്ത് എവിടെ അത് ടെസ്റ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല. മാം അത് ചെയ്യേണ്ടത് ആ കോൺസെൻട്രേഷൻ ഏത് കോൺസെൻട്രേഷനിലാണ് ബെറ്റർ റിസൾട്ട് കിട്ടിയെന്നില്ലേ ആ കോൺസെൻട്രേഷനിലെ കോമ്പൗണ്ട് എക്സ്ട്രാക്ട് എടുത്തിട്ട് GCMS അനാലിസിസിന് പോവാം.
അത് മണ്ണുത്തിയിലുണ്ടല്ലേ? ഞാൻ പാലക്കാടാണ് വർക്ക് ചെയ്യണത് മാഡം. മണ്ണുത്തിയിലുണ്ട്, നമുക്ക് KFRAയിലും ഉണ്ട്. നമുക്ക് അവരെ വിളിച്ച് പറഞ്ഞാൽ പേയ്മെന്റ് ഓൺലൈൻ ചെയ്ത് നമുക്ക് സാമ്പിൾ അയച്ചു കൊടുക്കാം, വന്നു കൊടുക്കണം എന്നില്ല. അത് നമ്മൾ ആ എക്സ്ട്രാക്ട് ആയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലേ? അതെ അതെ. അപ്പം അവരോട് ചോദിക്കുക, ചിലപ്പം അവര് പ്യുവർ എക്സ്ട്രാക്ട് മതി എന്ന് പറയും, ചിലപ്പം ഏതെങ്കിലും ഒരു സോൾവെന്റിൽ ഡൈല്യൂട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറയും. അപ്പൊ KFRAയില് കോൺടാക്ട് നമ്പർ എടുത്ത് GCMSന്റെ സെക്ഷനിൽ കൊടുക്കാൻ പറഞ്ഞാൽ മതി, ലാബില്. അപ്പൊ അവര് അതിന്റെ നമ്മൾ എങ്ങനെ സാമ്പിൾ അയക്കണം എന്നുള്ളത് പറഞ്ഞു തരും. ഇപ്പോഴൊക്കെ 1 month എടുക്കുന്നുണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ടേ, കാരണം ക്യൂയിലാണ് സാമ്പിൾസ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സാമ്പിൾസ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് അയച്ചു കൊടുത്താല് നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് കോമ്പൗണ്ട്സ് ആയിരിക്കും കിട്ടുക. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചില്ല് കുപ്പിയിൽ വേണം ഇത് അയച്ചു കൊടുക്കാൻ, നമ്മുടെ ഈ എക്സ്ട്രാക്ട്. പ്ലാസ്റ്റിക്കുകൾ അയച്ചു കൊടുത്താൽ താലിൻ എന്ന് പറയുന്ന ഒരു കണ്ടാമിനേഷൻ ഉണ്ട്. ആ കണ്ടാമിനന്റും കൂടി നമ്മുടെ റിസൾട്ടിൽ കാണിക്കും, ടാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അത് ഒരു പ്ലാസ്റ്റിസൈസർ ആണ്. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഈ കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടായി വരുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ എപ്പൻഡ് ഓഫ് ട്യൂബിലൊക്കെയാണ് മുമ്പ് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പോ ഞങ്ങളുടെ കുറച്ച് കോളേജുകളുടെ ഇതുപോലെ പ്രോജക്റ്റ്, കൊറോണയുടെ സമയത്തുള്ള പ്രോജക്റ്റ് ഇത് വന്നപ്പോഴും അതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഡിഫെൻഡ് ചെയ്ത് വന്ന ഒരു സംഭവം, പല കോളേജുകളിൽ നിന്നും ടാലിക് ആസിഡ് ഏതോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽ ആണെന്നുള്ള രീതിയിൽ അവർ റിസൾട്ടിനെ പറഞ്ഞു. അത് ശരിക്കും പ്ലാസ്റ്റിസൈസർ ആണ്. കാരണം അത് ചെറിയ ഇതിലാണെങ്കിലും ഹൈ പീക്കാണ് കാണിക്കുക. അപ്പം ആ പീക്കിന്റെ ഇത് വലിപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അതാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്, അതെന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽ ആണ് എന്നാണ് നമ്മൾ ധരിക്കുക. അപ്പം കൺക്ലൂഷൻ വന്നത് ദിസ് പ്ലാന്റ് ഈസ് ഹാവിംഗ് റിച്ച് ക്വാണ്ടിറ്റി ഓഫ് ടാലിക് ആസിഡ് എന്നാണ്. അത്രയും കണ്ടാമിനേഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുക, അതിനറിയുന്നതുള്ളത് കൊണ്ടേ. അപ്പം ചില്ല് കുപ്പിയിൽ കൊടുക്കണം. ചെറിയ വയൽസ്, ഗ്ലാസ് വയൽസ് 15 ml 10 ml ഗ്ലാസ് വയൽസ് കിട്ടും. അപ്പൊ അതിൽ സീൽ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. പിന്നെ റിസൾട്ട് കിട്ടിയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാം പറഞ്ഞാൽ മതി, ഐ വിൽ ഹെൽപ്പ് യു. എനിക്ക് മാഡത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? മാം നോട്ട് ചെയ്തോളൂ. കേൾക്കാമോ മാം? കേൾക്കാം. 98 950 590 27. മാം ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചോട്ടെ? മാം, ഇതുപോലെ തേയിലയിൽ ഞാനൊരു പ്രൊജക്ട് ചെയ്തിരുന്നു. പല തേയില സാമ്പിൾ എടുത്തിട്ട് ടാനിക് ആസിഡ് ഒക്കെ കണ്ടെത്തി, അതിൽ അഡൽറ്ററന്റ് ഒക്കെ കണ്ടെത്തിയതിനു ശേഷം ഇതുപോലെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ വേറെ തേയില പൊടി ഉണ്ടാക്കണ പോലെ, അത് ഒരു 5-8 കൊല്ലത്തിന് മുമ്പ് ചെയ്തൊരു വർക്കാണ്. അതില് ലാസ്റ്റ് ഞാൻ ഈ അകത്തിച്ചീരയിൽ നിന്നും ഉണ്ടാക്കി ഡ്രൈ ആയിട്ട് തേയില പൊടി. അപ്പൊ അതിലും ഇതുപോലെ ഫ്ലവനോയിഡ് ഒക്കെ ഉണ്ടെന്നല്ലാതെ അതിൽ ഏത് കണ്ടന്റ് ആണ് ഇതിന് നമുക്ക് ഗുണമായിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് അകത്തിച്ചീര നമ്മൾ ഉണക്കിയിട്ട് അത് HPLC ചെയ്യുന്നതായിരിക്കും നല്ലത്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി. പക്ഷേ ഈ ഫ്ലേവനോയിഡുകളൊക്കെ ചെയ്യുമ്പം നമുക്ക് അതിന്റെയൊക്കെ സ്റ്റാൻഡേർഡുകൾ വേണം. സ്റ്റാൻഡേർഡ്സ് ബേസിക്കലി ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ചിലപ്പോൾ ചില ലാബുകളിൽ അവർക്കൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പം അത് സ്റ്റാൻഡേർഡുകൾ റൺ ചെയ്യും, HPL നമ്മുടെ സാമ്പിളും റൺ ചെയ്യും. സിമിലർ RF വാല്യൂ, സിമിലർ പീക്ക് കിട്ടുന്നത് ഇന്നതാണ്. ഇപ്പം സ്റ്റാൻഡേർഡിൽ റൂട്ടിനുണ്ടെങ്കിൽ അതേ പീക്ക് ടൈം കിട്ടുന്നത് നമ്മുടെ സാമ്പിളിലുണ്ടെങ്കിൽ നമ്മൾ അത് റൂട്ടിനാന്ന് പറയും. അങ്ങനെ ഒരു കമ്പയർ ചെയ്തിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് നമുക്ക് GCMS പോകുന്നതിൽ നല്ലത് HPLC ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ്സ് വേണ്ടി വരും. ഒരുവിധമുള്ള ഫ്ലേവനോയിഡുകളൊക്കെ എനിക്ക് തോന്നുന്നു IIT ബോംബെയിലൊക്കെ സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് സാമ്പിൾ മാത്രം അയച്ചു കൊടുത്താൽ മതി എന്നാണ് എന്റെ ഒരു ധാരണ. അതിന്റെ വെബ്സൈറ്റ് ഇവിടെ കേരളത്തിൽ ഇല്ല അല്ലേ മാഡം? ഇല്ല, LCMSഉം HPLC ഉണ്ട്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്ലിഫ് എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രലൈസ്ഡ്. അറിയാം, ഞാൻ അവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഞാൻ കാര്യവട്ടത്താണ് പഠിച്ചത്. ഓക്കെ മാഡം. ഞാനും കാര്യവട്ടത്തെ സ്റ്റുഡന്റ് ആണ്. ശരി. ഓക്കെ മാഡം, ഞാൻ ഉമ്മൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ഓക്കെ. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എന്താ മാഡം? നമുക്ക് വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു മാം. ഇന്നത്തെ ഡോക്ടർ ഗായത്രിയുടെ അവതരണം ഗംഭീരമായിരുന്നു. പ്രസന്റേഷൻ 25 മിനിറ്റ് ആണെങ്കിൽ കൂടിയും പിന്നീട് ഈ ഒരു വെബിനാറിനെ സജീവമാക്കിയത് വളരെ സജീവമായി ഇതിൽ പങ്കെടുത്ത ഇന്ററാക്ഷൻ സെഷനിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ സമയം പിന്നെയും കൂടുതലായി, സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. ഇടക്ക്
ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ഒരു 4 മിനിറ്റ് കൂടി കൂടിയിട്ടുണ്ട് സാറില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഔപചാരികമായി നന്ദി പറയുന്നതിന് സ്നേഹയെ ക്ഷണിക്കുകയാണ്. സ്നേഹ അല്ലേ? ഗായത്രി മാഡം ഇന്ന് പ്രസന്റ് ചെയ്ത സസ്യങ്ങളുടെ രാസപദാർത്ഥങ്ങൾ എന്ന ടോപ്പിക്കിൽ ഇത്രയും ആക്റ്റീവായിട്ട് ഡിസ്കഷൻ നടന്നതിന്റെ അർത്ഥം തന്നെ ആ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അത് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നന്നായിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് വേണ്ടിയിട്ട് അത്രയും സിമ്പിൾ ആയിട്ട് ഷെയർ ചെയ്ത ഗായത്രി മാമിന് വർക്ക് വിത്ത് VC കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ ഈ പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുത്തുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ശ്രീകാന്ത്, എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.